ആ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്? 9वां अध्याय में शुरुआत में पांचवा जो तुरही फूकते वक्त स्वर्गदूत जब तुरही फूकता है, जो भी घटनाएं हुए उस विषय में हमने मनन किया। യാ. തോ ആ ആ, അവിടെ അഞ്ചാമത്തെ ദൂതൻ ഊതുമ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണു കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധകൂപം തുറന്നു. ഉടനെ പെരിഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിന്റെ പുക സൂര്യനും ആകാശവും പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി എന്ന് ആദ്യത്തെ രണ്ട് വചനത്തിനകത്ത് നമ്മൾ വായിച്ചു. पहला दो वचन इस समान कहता है, जब पांचवा स्वर्गदूत ने तुरही फूकी तो मैंने स्वर्ग से पृथ्वी पर एक तारा गिरता हुआ देखा और उसे अतः कुंड की कुंजी दी गई। उसने ഓക്കെ. अतः कुंड को खोला और कुंड में से बड़ा भट्टी का सा धुआं उठा। कुंड के धुआं से सूर्य और वायु अंधकारमय हो गए। ഓക്കെ. ഈ എട്ടാം അധ്യായം അവസാനത്തിലേക്ക് വായിക്കുമ്പോൾ ആ, ഇനിയും ഊതാൻ പോകുന്ന മൂന്ന് കാഹളങ്ങളെ കുറിച്ചുള്ള ഒരു ആ, വിളംബരം ഒരു ദൂതൻ പറയുന്നതായിട്ട് കേൾക്കുകയാണ്. അപ്പോൾ വരാൻ പോകുന്ന മൂന്ന് കാഹളങ്ങൾ കഷ്ടങ്ങളെ വിളിച്ചു പറയുക. ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നതും ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും അതിഭയങ്കരവുമായിട്ടുള്ള ന്യായവിധി, മഹാകഷ്ടം ഈ ഭൂമിയിലെ ജനങ്ങളിലേക്ക് വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് ആ ദൂതൻ ആ 8-13 വാക്യത്തിൽ ഘോഷിച്ചു പറയുന്നുണ്ട്. 8वां अध्याय का आखिर वचन जो है 13वां पद में अम, आने वाला तीन जो तुरही फूकने के बाद पृथ्वी पर जो भी भयंकर और कष्ट न्याय विधि जो भी होने वाले उसका एक चेतावनी जो है स्वर्गदूत दे रहा है। आकाश के ऊपर से उड़ते हुए ये पुकार 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 कर बोल रहा है, കഷ്ട കഷ്ട ക്ലേശ് ക്ലേശ് എന്ന് പറഞ്ഞിങ്ങനെ ആകാശത്തിന്റെ മുകളിൽ കൂടെ പറന്ന് ഒരു ദൂതൻ കഷ്ടം കഷ്ടം കഷ്ടമെന്ന് ഭൂവാസികൾക്ക് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു ഒരു വിളംബരം ചെയ്യുകയാണ്. आकाश के ऊपर एक स्वर्गदूत उड़ते हुए पृथ्वी के रहने वालों को कह रहा है कि आने वाले दिन में कष्ट है, कष्ट है, कष्ट है। അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞ ശേഷമുള്ള അഞ്ചാമത്തെ ആ കാഹളം ഊതുമ്പോഴാണ് നമ്മൾ വായിക്കുന്നത്. ഹിന്ദിയിൽ വായിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ വായിക്കുമ്പോഴത്തേക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു നക്ഷത്രം വീഴുന്നതായിട്ട് ഞാൻ കാണും. हिंदी में 9वां अध्याय का पहला वचन हिंदी और इंग्लिश में बेहतरीन लिखा है कि स्वर्ग से एक तारा को गिरते हुए मैंने ആ, देखा। ഗിരുത്തെ വിവേദേക്ക. മലയാളത്തിൽ അത് വീണ് കിടക്കുന്നതായിട്ട് കാണുന്നത്, പക്ഷെ അത് ഗിരുത്തെ വീഴുന്നതായിട്ട് കാണും. सो मलयालम में जो लिखा है कि गिर गया है, लेकिन इंग्लिश में उसका व्याख्यान ऐसा है कि गिरते हुए मैं देख रहा हूँ। ആ അപ്പം അങ്ങനെ ആ, നക്ഷത്രങ്ങളെ പലപ്പോഴും ദൂതന്മാരായി, പിശാചിന്റെ ദൂതന്മാരായിട്ടൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ആ വിഷയത്തെ കുറച്ച് ചിന്തിക്കുവാനിടയായി. അഗാധകൂപം എന്തുവാണെന്ന് ചിന്തിക്കുവാനിടയായി. ഇനിയും ആ കാഹളം ഊതുമ്പോൾ ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന ആ മഹാ കഷ്ടത്തെക്കുറിച്ചുള്ള ആ പഠനത്തിലേക്ക് നമ്മൾ പോകുകയാണ്. കേട്ടായിരുന്നു? കേട്ടായിരുന്നു മാസ്റ്റർ, സോറി ഫോൺ അടിച്ച്। सो पिछले क्लास में हमने देखा है कि जो तारा गिर रहा है वो शैतान और उसके दूत को दिखाता है। और अतः कुंड क्या है इस विषय में हमने पिछली क्लास में देखा। आज के दिन അപ്പൊ ഈ हम उसके തീൻ बाद പസ് ലേക്കർ മൂന്നാം വാക്യം തൊട്ട് നമ്മൾ ഈ ഈ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോവുകയാണ്. തുടർമാനമായിട്ടുള്ള ആ രണ്ട് കാഹളങ്ങളിൽ നടക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. अभी अभी आगे हम दो जो तुरहियां फूकने वाली है उस विषय में अध्ययन करेंगे। മഹാകഷ്ടമായിരിക്കുന്ന രണ്ട് ന്യായവിധിയെക്കുറിച്ച് ഈ 9-ാം അധ്യായത്തിന്റെ രണ്ട് ഭാഗത്തായിട്ട് വിവരിക്കുകയാണ്. होने वाले दो बड़ा महाकष्ट
9वां अध्याय में विवरण किया है। അഞ്ചാമത്തെ കാഹളം ഊതുമ്പോഴും ആറാമത്തെ കാഹളം ഊതുമ്പോഴും നടക്കുന്ന അതിഭയങ്കരമായിട്ടുള്ള ഒരു വലിയ പീഡയെക്കുറിച്ച് കഷ്ടതയെക്കുറിച്ചുള്ള വെളിപ്പാടാണ് ഒമ്പതാം അധ്യായം. और पांचवा तुरही फूकने के बाद, पांचवा और छहवा तुरही फूकने के बाद जो बड़ा पीड़ा इस पृथ्वी में होने वाली उसके विषय में विवरण दिया है। അവിടെ ആ, ആകാശത്ത് നിന്ന് ഒരു ഒരു നക്ഷത്രം വീണ് കിടക്കുന്നത് കൊണ്ട് वहां पे लिखा है कि അവന് आकाश അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. आकाश से पृथ्वी पर एक तारा गिरता हुआ देखा और उसे अतः कुंड की जो है कुंजी दी गई। അപ്പം അഗാധകൂപത്തിന്റെ പാതാളത്തിന്റെ ആ ചാവി താക്കോല് അവന് കൊടുക്കുകയാണ്. और अतः कुंड की चाबी जो है इस तारे को जो गिरा हुआ है उसे दे रहा है। അതിന് ഇംഗ്ലീഷിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ബോട്ടംലെസ് പിറ്റ് എന്നാണ്. और इंग्लिश में उस अतः कुंड को बॉटमलेस पिट करके कहा गया है। അതിന്റെ ആഴത്തെ അറിയാനേ പറ്റുന്നില്ല. ബോട്ടംലെസ് അതിന്റെ ആ ആഴം ഇല്ലാത്ത അത്രയ്ക്ക് ഗഹരമായിരിക്കുന്ന ഒരു പിറ്റ്. जिसका अर्थ ये है कि उसका गहराई कितना है ये माप नहीं सकते, उतना गहरा है वो कुंड। പക്ഷെ അതിനൊരു അടപ്പുണ്ട്. लेकिन उससे ढकने के लिए एक ढक्कन है। ഡക്കൺ അത് ഒരു 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 താഴ് കൊണ്ട് പൂട്ടിയിരിക്കുകയാണ്. അതിന്റെ താക്കോല് ഈ ദൂതന് കൊടുക്കുകയാണ്. और उस ढक्कन को जो है एक ताला से जो है बांध के रखा है, जिसकी कुंजी जो है ये गिरा हुआ तारे के हाथ നമ്മൾ में है। വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോഴത്തേക്ക് പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ കൈവശമുള്ള നമ്മുടെ കർത്താവിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. प्रकाशित वाक्य पहला अध्याय उसका 18वां पद में हम देखते हैं कि यीशु मसीह को जो है मृत्यु अधोलोक की कुंजी ये दोनों भी उनके पास दिया गया है। उनके അപ്പോൾ पास അപ്പോൾ യേശു തന്നെയാണ് ഈ അഗാധകൂപത്തിന്റെ താക്കോല് ഈ വ്യക്തിയുടെ കയ്യിൽ കൊടുക്കുന്നത്. इसका अर्थ यही है कि यीशु मसीह ही जो है ये कुंजी, अतः कुंड की कुंजी जो है इस तारे के हाथ में देती है। ആ അഗാധകൂപം തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നടക്കുന്ന വലിയൊരു ഭയങ്കര സംഭവത്തെക്കുറിച്ച് നമ്മൾ തുടർമാനമായിട്ട് വായിക്കുകയാണ്. उसके बाद वो कुंड खुलने के बाद क्या क्या भयंकर അവൻ घटनाएं അഗാധകൂപം होती। തുറന്നപ്പോഴത്തേക്ക് ഉടനെ പെരിഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. और अतः कुंड खुलने के बाद एक बड़ा भट्टी का सा धुआं उठा। എല്ലാവരും ആ 9-ാം അധ്യായം നമ്മുടെ നമ്മുടെ അടുത്ത് വെച്ചിട്ട് ഇത് പഠിക്കുന്ന സമയത്തൊന്ന് കൂടെ ഒന്ന് വായിക്കണം. ഭയങ്കരമായിട്ടുള്ള ചില സംഭവങ്ങൾ ഇവിടെ നടക്കുകയാണ്. और जब ये क्लास चालू है बताते वक्त आप लोग अपने बाइबल खोलकर उसे वचन को पढ़िए, तभी आप समझ पाएंगे। യാ അപ്പോ അവിടെ വായിക്കുന്ന അവൻ കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. और वहां लिखा है कि वो जो कुंड का धुआं के कारण सूर्य और वायु जो है आकाश मंडल अंधकार से भर गया। നമ്മള് 8-ാം അധ്യായത്തിന്റെ അകത്ത് 4-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ ഭയങ്കര ദോഷം തട്ടിയതാ. അത് ഇരുണ്ട് പോയതാവോ? 8-ന്റെ ആത്മാ 12 എട്ടിന്റെ 4 അല്ലേ ഫസ്റ്റ്? അല്ലല്ല 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിന്റെ അകത്ത് 4-ാമത്തെ ദൂതൻ ഇങ്ങനെ ഊതിയപ്പോൾ, കാഹളം ഊതിയപ്പോൾ സൂര്യനിലും 1/3, ചന്ദ്രനിലെ 1/3, നക്ഷത്രങ്ങളെ 1/3 ബാധ തട്ടുകയും അതൊക്കെ ഇരുണ്ടുപോവുകയും ചെയ്തതാ. അതെല്ലാം തുടർമാനമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. और ഓൾറെഡി അത് ഇരുണ്ടു പോയതാ. 8वां अध्याय का 12वां वचन में लिखा है कि चौथा स्वर्गदूत जो तुरही फूकती है, तब सूर्य का 1/3, चांद का 1/3, तारोगण का 1/3 जो है उन पर बड़ा आपत्ति हुआ और बड़ा अंधकार, अंधेर हो गया। दिन जो उजियाले जैसा था वो अंधेरा हो गया करके लिखा है। वो जो है ഓൾ प्रतीक होते ही जा रहा है।
ആ ഓൾറെഡി സൂര്യനിലും ചന്ദ്രനും നക്ഷത്രത്തിലും ഒക്കെ ഇത് ബാധ തട്ടി അത് ഇരുണ്ടു പോയതാണ്, പിന്നെയും ഉണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ പോലും ഇപ്പോൾ ഉള്ള വെളിച്ചം പോലും ഈ അഗാധകൂപത്തിലെ പുക പൊങ്ങിയപ്പോഴത്തേക്ക് ഇരുണ്ടു പോവുകയാണ്. और ऑलरेडी एक बड़ा आपत्ति ये चौथे तुरही फूकने पर हुआ था, लेकिन अभी फिर से ये धुआं, अतः कुंड की धुआं आने वक्त वो फिर से जो है अंधकार सूर्य और वायु में हो गया, छा गया। ഓക്കെ, അപ്പം പൂർണ്ണമായി അന്ധകാരം മനുഷ്യന്റെ മേൽ വ്യാപരിച്ചിരിക്കുകയാണ് ഇപ്പോൾ. मनुष्य पर जो है गहरा अंधकार इस वक्त छाया गया है। ശരി, കാണാൻ പറ്റാത്ത ഒരു 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 ഇരുട്ടിന്റെ ഒരു അനുഭവത്തിലേക്കാണ് മനുഷ്യൻ ഇപ്പോൾ ഭൂവാസികൾ ആയിരിക്കുന്നത്. और पृथ्वी पर रहने वाले जो है वो इतना अंधकार में है कि देख नहीं सकते। ആ, അതിന്റെ ഇടയിൽ സംഭവിച്ചതാണ് ഏറ്റവും ഭയാനകമായിരിക്കുന്നത്. അവിടെ വായിക്കുന്നു, കൂപത്തിന്റെ പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിലേക്ക് പുറപ്പെടുകയാണ്. और उससे भी भयंकर बात जो है लिखा है कि धुआं के कारण सब कुछ अंधेरा हो गया। उसके बाद पृथ्वी पर जो है टिड्डियां जो है निकली। അപ്പോൾ ഈ ഈ ഇതൊരു ഭയങ്കര ഒരു കാണാൻ പറ്റാത്ത, മനുഷ്യന് അതിനെ കാണാൻ പറ്റുന്നില്ല, ഇരുട്ടത്ത് വന്ന് കുത്തുവാനായിട്ട് ഒരു വലിയ ഒരു സേന ഭൂമിയിലേക്ക് പുറപ്പെടുകയാണ്. सबसे पहला घोर अंधकार है, कुछ भी दिख नहीं रहा है, और उसके बाद उस अंधेरे में जो है अभी टिड्डियां जो है निकल कर एक बड़ी टिड्डियों का सेना जो है लोगों को डस रही है, काट रही है। ഭൂമിയിലെ അതിന്റെ രൂപം ഭയങ്കര ഭയാനകമായ ഒരു രൂപമാണ്. തേളിനുള്ളതുപോലെ ശക്തി അതിന് ലഭിച്ചിരിക്കുകയാണ്. അപ്പം ഇത് ഭൂമിയിലുള്ള മനുഷ്യരെ എല്ലാം കുത്തുവാനായിട്ടാണ് പുറപ്പെടുന്നത്. പക്ഷെ ഒരൊറ്റ ഒരു കണ്ടീഷനാണ്, നെറ്റിയിൽ ദൈവത്തിന് മുദ്രയില്ലാത്ത മനുഷ്യർക്ക് മാത്രമാണ് ഇതിന്റെ കുത്തേൽക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ മുദ്രയുള്ള ഒരൊറ്റ മനുഷ്യരെയും തൊടാൻ പറ്റുകയില്ല. അപ്പോൾ തന്നെ പുല്ലിനെയും പച്ചയായത് ഒന്നിനെയും വിഷത്തിനും കേടുവരുത്തരുതെന്ന് അതിന് കൽപ്പനയുണ്ട്. और यहाँ पर ऐसे वचन कहता है कि ये जो टिड्डियों का जो रूप है वो इस प्रकार है कि उसका शक्ति बिच्छुओं के समान है। वो जब डसती है, बिच्छू जब डसते वैसा दर्द होगा। और घास, हरियाली, पेड़ और माथे पर जिसका मोहर है उनको छोड़ जो है बाकी सबको वो हानि पहुंचाती है। അപ്പൊ പിന്നൊരു കണ്ടീഷനും കൂടെ പറഞ്ഞിരിക്കുകയാണ്, ആരെയും കൊല്ലരുത്. 5 മാസത്തേക്ക് ദണ്ഡിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിന് അധികാരം ലഭിച്ചിരിക്കുന്നത്. और फिर एक कंडीशन रखा है कि किसी को भी मार नहीं डालना है, केवल 5 महीने तक जो है डसना है, तकलीफ देना है। ഡ്യൂറേഷൻ 5 മാസമാണ്. और वो पीड़ा का जो समय है 5 महीना है। അത് ദണ്ഡിപ്പിക്കാനും വേണ്ടി പുറപ്പെടുന്ന ശക്തിയാണ്. वो मारने के लिए नहीं बल्कि पीड़ा देने के लिए एक शक्ति जैसा प्रकट होता है। തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലാണ് അത് മനുഷ്യനെ കുത്തുമ്പോൾ അസഹനീയമായ വേദന മനുഷ്യന്റെ ശരീരത്തിൽ വ്യാപരിക്കുകയാണ്. सो जब बिच्छू मनुष्य को डसता है तो कितना दर्द होता है, उस समान जो है दर्द होता है जब ये टिटिया डसती है, वो असहनीय है। അപ്പോൾ അതിന്റെ രൂപത്തെ കുറിച്ച് 7, 8, 9, 10 വാക്യത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. ഈ ഈ ഈ ഈ ശക്തി എപ്രകാരമുള്ളതാണെന്നുള്ള ഒരു പിക്ചർ, അതിന്റെ രൂപം 7, 8, 9 വാക്യത്തിലുണ്ട്. പക്ഷെ 7ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇച്ചിരൂടെ ക്ലിയർ ആണ്. और ये जो टिट्टी का रूप व्यक्त रीति से मतलब उसका आकार जो है 7, 8, 9 पद में लिखा गया है, लेकिन क्लियरली 7वां पद में इसका रूप बताया है। അവിടെ എഴുതിയിരിക്കുന്ന വെട്ടുക്കളുടെ രൂപം യുദ്ധത്തിന് ചമച്ച കുതിരയ്ക്ക് സമം, തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയും മുഖം മനുഷ്യമുഖം പോലെയുമായിരുന്നു. ഇസ്പ്രകാർ ഇതുപോലെയുള്ള ഒരു രൂപമാണ് ആ വെട്ടുക്കിളിക്ക്.
आप स्क्रीन में जरा ध्यान देना। स्क्रीन में पास्टर अंकल ने एक पिक्चर डाला है, उसी समान उसका रूप है। सातवां पद भी कहता है कि वो टीटियों का आकार लड़ाई के लिए तैयार किए गए घोड़े जैसे थे, और उनके सिरों पर मानो सोने का मुकुट, और उनके मुंह मनुष्य के जैसे थे। या कंटिन्यू 10 तक पढ़िए। उनके बाल स्त्रियों के बाल जैसे, और दांत सिंहों के दांत जैसे थे। वे लोह की सी झिलम पहने थे, और उनके पंखों का शब्द ऐसा था जैसे रथों और बहुत से घोड़े का जो लड़ाई में दौड़ते हो। उनकी पूंछ बिच्छुओं की सी थी, और उनमें डंक थे। और उन्हीं 5 महीने तक मनुष्य को दुख पहुंचाने की जो शक्ति मिली थी वो उनकी पूंछ में थी। ബാപ്പറെ, 5 മാസത്തേക്ക് മനുഷ്യനെ ദണ്ഡിപ്പിക്കാനായിട്ട് ഈ വെട്ടുക്കിളിക്ക് ഒരു ഒരു വിചിത്രമായ ഒരു ജീവി അതിന് കൊടുക്കുകയാണ് ശക്തി. और परमेश्वर जो है, ये जो टिट्टी है, जो एक विचित्र जीवी समान प्रकट हुआ, उसे जो है 5 महीने मनुष्य को दुख पहुंचाने के लिए शक्ति दी गई। ഭയങ്കരമായിരിക്കുന്ന വേദന. ഇത് ഒരു തേള് മനുഷ്യനെ കുത്തുമ്പോൾ ഉള്ള വേദന പോലെ, അതിനേക്കാട്ടിലും ഭയാനകമായ ഒരു 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 വേദന. അങ്ങനെ അതിനെപ്പറ്റി ആ വർണ്ണന കാണുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ രൂപം കാണുമ്പോൾ തന്നെ പേടിച്ചു പോകുന്ന തലത്തിലുള്ള ഒരു രൂപമാണ്. और उसका वो टीटीओ का रूप देख के ही हम डर जाएंगे, और उसका डसना जो है वो बिच्छू जैसे डसते उस समान दर्द या उससे कई अधिक दर्द जो है होता है। ഇത് അഗാധകൂപത്തിൽ നിന്ന് പുറത്തു വരുന്ന വെട്ടുക്കിളികളാണ്. और ये जो टिटिया है अतः कुंड से बाहर निकला हुआ टिटिया है। ഇത് 5-ാമത്തെ ദൂതൻ ഊതുമ്പോൾ പുറപ്പെടുന്ന ഒരു ജീവിയാണ്. और 5वां स्वर्गदूत जब तुरही फूंकता है उसके बाद निकलती है ये टिटिया। ഇത് ഇത് അന്ധകാരത്തിൽ ദൈവം ന്യായവിധിക്കായി വെച്ചിരിക്കുന്ന ഒരു കൂട്ടം ജീവികളാണ്. परमेश्वर ने अंधकार में न्याय करने के लिए इस टिटियों को जो है ठहराया था। അപ്പോൾ തന്നെ നമ്മൾ 6-ാമത്തെ ദൂതൻ ഊതുമ്പോൾ സംഭവിക്കുന്നത് 13 മുതൽ അതിന്റെ 21 വരെയുള്ള വാക്യത്തിന്റെ അകത്ത് കാണുന്നുണ്ട്. उसके बाद 6वां स्वर्गदूत जो तुरही फूंकता है उस विषय में वर्णन जो है 9वां अध्याय का 13वां पद। അവിടെയും ഒരു ഒരു ഗർത്തത്തിൽ നിന്ന് പുറപ്പെടുന്ന ന്യായവിധിക്കായി മനുഷ്യനെ കൊല്ലുവാനായി പുറപ്പെടുന്ന ഒരു ജീവി നമ്മൾ കാണുകയാണ്. वहां पर भी हम देखते हैं कि मनुष्य को मारने के लिए एक जीवी जो है प्रकट होता है। അതിന്റെ രൂപത്തെക്കുറിച്ച് 17 മുതലുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് കാണുന്നു. കണ്ടോ, 17 മുതലുള്ള വാക്യത്തിന്റെ അകത്ത് ഇങ്ങനെ വായിക്കുന്നത്, और उसका रूप के विषय में 17वां पद में लिखा है। 16-ാമത്തെ വാക്യം പറയുന്നത്, കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. ഞാൻ കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവനെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ, അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധവർണവുമായ കവചമുണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധവും പുറപ്പെട്ടു. അത് ഈ ഈ ഈ പിക്ചറിന്റെ അകത്ത് കാണുന്നത് പോലെ ഒരു ഒരു രൂപം. 16वां वचन से इस समान उसका विवरण दिया है। उनकी फौज के सवारों की गिनती 20 करोड़ थी। मैंने उनकी गिनती सुनी। मुझे इस दर्शन में घोड़े और उनके ऐसे सवार दिखाई दिए जिनकी झिलम में आग और ध्रुमकांत और गंधक की सी थी, और उन घोड़ों के सिर सिंहों के सिरों के समान थे, और उनके मुंह से आग धुआं और गंधक निकलते थे। और उसका पिक्चर जो है स्क्रीन में आप देख पाओगे। ओके, उसके 19 पद में क्या लिखा है? 19 पद में क्या लिखा है? क्योंकि उन घोड़ों की सामर्थ उनके मुंह और उनकी पूंछों में थी, इसलिए कि उनकी पूंछ सांपों जैसी थी, और उन पूंछों के सिर भी थे, और इन्हीं से वे पीड़ा पहुंचाते थे। ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് രൂപത്തെ കാണുകയാണ്. രണ്ട് രൂപങ്ങൾ, രണ്ട് പ്രത്യേകപരമായിട്ടുള്ള ജീവികൾ അഗാധ ഗർത്തത്തിൽ നിന്ന് പുറപ്പെടുന്ന മനുഷ്യനെ പീഡിപ്പിക്കുവാൻ, കഷ്ടപ്പെടുത്തുവാൻ, കൊല്ലുവാൻ.
और यहाँ पर ये अध्याय 9वां अध्याय में हम दो प्रकार के जीवी उनका रूप देखते हैं जो मनुष्य को पीड़ा या दुख पहुंचाने के लिए ठहराया गया है। अभी हम प्रारंभ के पद में आएंगे. उसमें ഒരു വെട്ടുക്കിളിക്ക് തുല്യമായിട്ടുള്ള ഒരു 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 ജീവി പുറപ്പെടുകയാണ്. ആയിരക്കണക്കിന് ജീവികൾ പുറപ്പെടുകയാണ് ഭൂമിയിലേക്ക് മനുഷ്യനെ പീഡിപ്പിക്കുവാനായിട്ട്. सबसे पहला जो टिटिया तो कुंड से आए हजारों की गिनती में मनुष्य को पीड़ा देने के लिए उस विषय में हम देखेंगे। ആ, ഈ വെട്ടുക്കിളിക്ക് രാജാവില്ല എന്നാണ് നമ്മൾ ബൈബിളിൽ കൂടെ പഠിപ്പിക്കുന്നത്. पवित्र शास्त्र कहते हैं कि टिटियों को राजा नहीं है। എന്നാൽ ഈ അധ്യായത്തിന്റെ അകത്ത് നമ്മൾ അതിന്റെ 10-11 പറയുമ്പോഴത്തേക്ക് ഇവർക്കൊരു രാജാവുണ്ട് എന്ന് കാണുന്നുണ്ട്. और इस अध्याय में 9 और 10 पद में हम देखते हैं कि उस टिटियों को जो है एक राजा है। ഇപ്പൊ ഞാൻ അതിനെ ഒന്നുകൂടെ ഒന്ന് വ്യാഖ്യാനിക്കുക. എന്തുകൊണ്ടാണ് ഇതുപോലുള്ള രൂപങ്ങൾ, ഇതെന്തുമാണ്, ഇതിനെ ഒരുപാട് തലത്തിൽ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാതാക്കളുണ്ട്. और इस अभी हम इसका व्याख्यान करेंगे, इसका अर्थ देखेंगे और उसे कई प्रकार में जो है इंटरप्रेट भी किया गया है। ഇപ്പോഴുള്ള റോബോട്ടിനെ പലതരത്തിലുള്ള റോബോട്ടുകൾ, AI കൂടെയുള്ള രൂപങ്ങൾ, അതുപോലുള്ള ചില റോബോട്ട്സുകളെ കുറിച്ചൊക്കെ ഉള്ള വ്യാഖ്യാനങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. और आज के काल में हम देखते हैं कि रोबोट्स अवेलेबल है, AI है। तो कई लोग कहते हैं कि इसका जो इंटरप्रेट जो है रोबोट और AI के रूप में कहते हैं। ഓക്കെ. എനിവേ ഈ രൂപങ്ങളൊക്കെ നമ്മൾ ഇവിടെ വായിക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാകണം. ഇത് എങ്ങനെ വ്യാഖ്യാനിച്ചാലും ഇതിൻ്റെ അകത്തൂടെ ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിക്രൂരവും ഭയങ്കരവുമായ ഒരു മഹാപീഡയുടെ ഒരു 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 ഭയാനകമായ ചിത്രമാണ് ഈ രണ്ട് രൂപങ്ങളിൽ കൂടെ ദൈവാത്മാവ് നമ്മെ വെളിപ്പെടുത്തി കാണിക്കുന്നത്. और जो भी हो, ये दोनों रूप से परमेश्वर की आत्मा हमें ये बता रही है कि बड़ा क्रूर है ये, और वो पीड़ा देने के लिए और बड़ा भयंकर रीति से मनुष्य को दुख पहुंचाने के लिए ठहराया गया है। ആമേൻ. അപ്പൊ ഈ രണ്ട് രൂപങ്ങളും അതിന്റെ സ്വഭാവങ്ങൾ അതിലെ കാണിച്ചിരിക്കുന്ന ആ പിക്ചർ രൂപത്തിൽ കൂടെ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നത് അതിഭയങ്കരമായ ഒരു പീഡ, മഹാക്ലേശം, കഷ്ടം മനുഷ്യന്റെ ഇടയിലേക്ക് ആ സമയങ്ങളിൽ വ്യാപരിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ചിത്രമാണ് ഈ രണ്ട് കാഹളങ്ങളുടെ ഇടയിൽ നടക്കുമ്പോൾ, കാഹളം ഊതുമ്പോൾ നടക്കുന്നത്. सो ये दो तुरहिया फूकने के बीच में जो कुछ भी होता है उसका एक स्वभाव यहाँ पर बताया है। एक महाक्लेश, कष्ट का अनुभव पृथ्वी में मनुष्य के बीच में होती है। ഓക്കെ. നമ്മൾ ഈ വെട്ടുക്കിളിയെ കുറിച്ച്, വെട്ടുക്കിളി ദൈവത്തിന്റെ ഒരു ആയുധം പോലെയാണ് നമ്മൾ ദൈവവചനത്തിന്റെ അകത്ത് കാണുന്നത്. हम पवित्र शास्त्र में टिट्टियों को परमेश्वर का एक हथियार करके देखते हैं। ഇവിടെ 3-ാമത്തെ പറയുന്നത് പുകയിൽ നിന്ന് വെട്ടുക്കിളികൾ ഭൂമിയിലേക്ക് പുറപ്പെടുകയാണ്. तीसरा पद में लिखा है कि धुआं में से पृथ्वी पर टिट्टियां निकली। പലപ്പോഴും ദൈവത്തിന്റെ ന്യായവിധിക്കായി ദൈവം വെട്ടുക്കിളികളെ ഉപയോഗിച്ചിട്ടുണ്ട്. और कई बार परमेश्वर पृथ्वी को न्याय करने के लिए जो है टिट्टियों को इस्तेमाल किया। യോവേലിന്റെ പുസ്തകത്തിന്റെ അകത്ത് 4 തരത്തിലുള്ള വെട്ടുക്കിളികളെ ദൈവം ന്യായവിധിക്കായി, ദൈവജനത്തെ പഠിപ്പിക്കാനായി, അവരെ ശിക്ഷിക്കാനായിട്ട് അയക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. और योवेल की पुस्तक में हम देखते हैं कि परमेश्वर ने 4 प्रकार की टिट्टियों को ठहराया है मनुष्य को जो है दंड देने के लिए। मनो इस्राएल प्रभु के लोगों के लिए दंड देने के लिए वहां लिखा गया. അപ്പോൾ തന്നെ ഈജിപ്തില് അടിമകളായിരുന്ന തന്റെ ജനത്തെ വിടുവിക്കുന്ന സമയത്ത് ദൈവം മിസ്രൈമിലെ ന്യായം വിധിക്കുന്ന ആ സമയത്ത് 10-ാം അധ്യായം പുറപ്പാട് പുസ്തകത്തിന്റെ അകത്ത് ദൈവം വെട്ടിക്കിളികളെ അയച്ചൊരു ന്യായവിധി നടത്തുന്നുണ്ട്. हम देखते हैं कि मिस्र में रहने वाले लोगों को न्याय करने के लिए निर्गमन का किताब 10वां अध्याय में परमेश्वर ने वहां पर टिट्टियों को भेजा। അതിന്റെ 14-15 വാക്യത്തിൽ വായിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ സമാനമായിട്ടുള്ള ഒരു ന്യായവിധി അവിടെ നമ്മൾ കാണുന്നുണ്ട്. और उसका 10 अध्याय का 14 और
15 में देखते हैं कि इसी समान एक न्याय परमेश्वर ने ठहराया था ആ उनके लिए। ആ 14-15 ഒന്ന് വായിച്ചു ഹിന്ദിയിൽ. हिंदी में पढ़ रही हूँ, निर्गमन का किताब 10 अध्याय, इसका 14-15 वाक्य। और टिड्डियों ने चढ़ के मिस्र देश के सारे स्थानों में बसेरा किया। उनका दल बहुत भारी था, वरन न तो उनसे पहले ऐसी टिड्डियां आई थी और न उनके बाद ऐसे फिर आएगी। वे तो सारी धरती पर छा गई, यहाँ तक कि देश में अंधकार छा गया और उनका सारा अन्न आदि और वृक्षों के सब फल अर्थात जो कुछ ओले से बचा था सबको उन्होंने चट कर लिया, यहाँ तक कि मिस्र देश भर में न तो किसी वृक्ष पर कुछ हरियाली रह गई और न खेत में अनाज रह गया। മിസ്രൈമ്യ ജനത്തെ ദൈവം പീഡിപ്പിക്കാനായി ദൈവം അയച്ച വെട്ടുകളെ കുറിച്ചുള്ള ഒരു പിക്ചറാണ്, കാര്യമാണ് നമ്മളിപ്പം അതിൻ്റെ അകത്ത് വായിച്ചത്. അവിടെയും ഒരു അന്ധകാരം നമ്മൾ കാണുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ന്യായവിധിക്കായി ദൈവം അയച്ച വെട്ടുക്കളെ കുറിച്ചുള്ള ആ ഒരു വിവരണമാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. अभी पढ़ा हुआ पद जो है, परमेश्वर ने मिस्र देश के लोगों को न्याय करने के लिए कैसे टिड्डियों को ठहराया, ये पढ़ा है। और साथ में हम देखते हैं कि देश में अंधकार भी छाया गया था और हर हरियाली और अनाज सब कुछ जो है ये टिड्डियों ने नाश किया। എന്നാൽ അവിടെ എല്ലാ വൃക്ഷങ്ങളെയും എല്ലാ പച്ചപ്പുല്ലുകളെയും തിന്നുകളയുന്ന വെട്ടുക്കിളിയാ. പക്ഷെ ഇവിടെ 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഈ വെട്ടുക്കിളി, അതിൻ്റെ രൂപം ഭയങ്കരമായ പേടിപ്പെടുത്തുന്ന ഒരു രൂപമാണ്. അതിനോട് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ, മുദ്രയില്ലാത്ത മനുഷ്യരെ മാത്രം കുത്തുവാൻ അതിന് അധികാരം ലഭിക്കുകയാണ്. निर्गमन में जब हम पढ़ते हैं, टिड्डियों को वहां पर जो है वृक्ष, हरियाली, अनाज, खेत, ये सब जो है नाश करने के लिए ठहराया था। लेकिन प्रकाशित वाक्य 9वां अध्याय में जो हम टिड्डियां देखते हैं, उनको ये कंडीशन दिया था कि माथे पर जिनका मुहर नहीं है केवल उनको ही हानि पहुंचाना है। ആമേൻ. അപ്പൊ ഈ വെട്ടിക്കിളുകളുടെ ആഹാരമായിരിക്കുന്ന പച്ചപ്പുല്ലും പച്ച ആയിരിക്കുന്ന സകല വൃക്ഷത്തിന്റെ ഇലകളുമാ. പക്ഷെ അതിനെ ഒന്നും തൊടുവാനോ ഭക്ഷിക്കുവാനോ നശിപ്പിക്കുവാനോ ഉള്ള അധികാരമില്ല. പക്ഷേ മുദ്രയില്ലാത്ത മനുഷ്യരെ അതിൻ്റെ വാലുകൊണ്ട് കുത്തി വേദനപ്പെടുത്തുവാനുള്ള അധികാരമാണ് ഈ വെട്ടുക്കിളികൾ ലഭിച്ചിരിക്കുന്നത്. हम देखते हैं कि टिड्डियों का आहार जो है हरियाली और वृक्ष से खाना, अनाज को खाना। लेकिन यहाँ पर 9वां अध्याय में उनको खास कर ये चेतावनी दी गई थी, उनको ये आज्ञा दिया गया था कि इन सभी को जो है छूना नहीं है, बल्कि केवल माथे में मोहर जिनको नहीं है उन्हें ही अपने पूंछ से डस कर दर्द देना है, पीड़ा देना है। അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് ഒരു പ്രത്യേകപരമായിട്ടുള്ള അതിൻ്റെ രൂപങ്ങൾ മാത്രം, അതിൻ്റെ ആ പ്രവർത്തനങ്ങളെ കാണിക്കുവാൻ അതിൻ്റെ ആ രൂപങ്ങൾ ഇവിടെ നമ്മളെ ചിത്രീകരിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ മിഷൻ എന്ന് പറയുന്നത് ന്യായവിധിയാണ്. അത് മുദ്രയില്ലാത്ത ജനത്തെ പീഡിപ്പിക്കാനായി ദൈവം അയക്കുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയാണ്. ആ ആദ്യത്തെ ഭാഗത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ആ 5-ാമത്തെ ദൂതൻ ഊതുമ്പോൾ നടക്കുന്നത്. और 5वां स्वर्गदूत जब तुरही फूंकता है, हम देखते हैं कि ये जो टिड्डियां है उनको एक मिशन दिया गया और वो मिशन है न्याय करना। जिनको माथे में मोहर ने उनको जो है अपने पूंछ से डस कर जो है उनको दर्द देना है और उनका रूप जो है बहुत भयंकर है करके वहां पे लिखा है। ആമേൻ, ഹല്ലേലൂയ. അപ്പം ഇത് ഒരു വെട്ടുക്കിളിയാണെന്നോ അല്ലെങ്കിൽ തേളാണെന്നോ കുതിരയാണെന്നോ സിംഹമാണെന്നോ അത് ഇതുപോലുള്ള ജീവികളുടെ ആക്രമണത്താൽ ഉണ്ടാകുന്ന ആ വേദന, ആ കഷ്ടം, ആ ശക്തി, അതിൻ്റെ അധികാരം, അതിൻ്റെ വേഗത, അതുപോലുള്ള രൂപം, അതുപോലുള്ളതായിരിക്കുമെന്ന് പഠിപ്പിക്കാനാണ് ആ രൂപം 7-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകിത്തരുന്നത്. पवित्र आत्मा 9वां अध्याय का 7 पद से 10
पद तक जो है उस टिट्टियों का जो रूप इसलिए वर्णन करते हैं क्योंकि पता चले कि जिसको ठहराया है न्याय करने के लिए उसका शक्ति क्या है, उसका अधिकार क्या है, और वो कितना अधिक दर्द और पीड़ा देता है, वो वर्णन करने के लिए हमें ये रूप बताया है। ഇത് അഗാധ കൂപത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു 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 സേനയാണ്. और ये जो सेना है, टिटियों का सेना, ये अतः कुंड से निकल कर आ रही है। ദൈവം പ്രത്യേകമായി അടച്ചു വെച്ചിരിക്കുകയാണ് ഈ ഈ ഈ ജീവികളെ അഗാധ കൂപത്തിൽ. और परमेश्वर ने इन जीवी को अपने विशेष कार्य के लिए अंधकार में अतः कुंड में जो है रखा है, ठहराया പല है। വീണുപോയ ദൂതന്മാരെ ദൈവം അഗാധ കൂപത്തില് അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകമായ അറകളിൽ സെല്ലുകളിൽ അടച്ച് ചങ്ങലയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. और गिरा हुआ दूध लोग है, उन्हें जो है अतः कुंड में सेल में जो है परमेश्वर ने चेन में बांध कर रखा है। നമ്മള് ഈ ഒരു പഠനത്തിന്റെ അവസാന സമയങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് സമയം കിട്ടുവാണെങ്കിൽ ഇതിന്റെ ഈ 9-ാം അധ്യായത്തിന്റെ അകത്ത് പറയുന്ന ഈ അഗാധ കൂപത്തിന്റെ രാജാവ് അപ്പോൾ തന്നെ മഹാനദിയിൽ ബന്ധിച്ചിരിക്കുന്ന ദൂതന്മാര് അവരെ അഴിച്ചുവിടാം. ഇതിനെക്കുറിച്ചുള്ള ഒരു ഒരു പ്രത്യേകമായ സ്റ്റഡി നമുക്ക് പിന്നെ ചെയ്യാം. അപ്പം ഈ ഈ അഗാധകൂപത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പാതാളത്തെക്കുറിച്ചുള്ള ഒരുപാട് വിവരണങ്ങൾ ബൈബിൾ നമുക്ക് ചുരുക്കമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. अगर हमारा अध्ययन के बाद समय मिलता है तो आखिर में जो है ये अतः कुंड और अतः कुंड का जो राजा है, टिटियों का जो राजा है वो, और महानदी के दूध, इसके विषय में हम अध्ययन करेंगे। और पवित्र शास्त्र में पाताल के विषय में बताया है। 3 സ്വർഗങ്ങൾ, നരകങ്ങൾ, ഭൂമികൾ, അങ്ങനെയുള്ള അനേകമായിട്ടുള്ള പഠനങ്ങളുണ്ട്. അപ്പൊ ഈ അഗാധകൂപത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ആ, ആ, ഈ ഈ ഈ അഗാധകൂപത്തെക്കുറിച്ചുള്ള സ്റ്റഡി ചെറുതായിട്ട് ബൈബിളിൽ കൂടെ പല പല വചനത്തിൽ കൂടെ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. और 3 स्वर्ग, 3 नर्क और 3 पृथ्वी, और अतः कुंड के विषय में पवित्र शास्त्र में कुछ वचनों में जो है थोड़े थोड़े ग्लिम्स दिए हैं। പാതാളത്തെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങളുണ്ട്. पाताल के विषय में जो है बहुत सारी स्टडियां हैं। നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 23 മുതൽ നമ്മൾ വായിച്ചു വരുമ്പോഴത്തേക്ക് അതിന്റെ 28 വരെയുള്ള വാക്യത്തിന്റെ അകത്ത് യേശു പാതാളത്തെക്കുറിച്ച് ഒരു ചെറിയ ഒരു വെളിപ്പാട് നമുക്ക് തരുന്നുണ്ട് അവിടെ. लूका का सुसमाचार 16 अध्याय, उसका 23 से 28 तक यीशु मसीह जो है पाताल के विषय में हमें बताते हैं। അവിടെ 2 വിധ വാക്കുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. അബ്രഹാമിന്റെ മടിയിലേക്ക് ലാസറിനെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ധനവാൻ മരിച്ച് അടക്കപ്പെട്ട് അവൻ പോകുന്നത് പാതാളത്തിലേക്കാണ്. പാതാളത്തിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് യാതനാ സ്ഥലത്തേക്ക് അവൻ പോകും. और പറഞ്ഞു. यहाँ पर जो है धनवान जब मृत्यु होता है, मृत्यु के पश्चात वो अब्राहम के गोद में जाता है, लेकिन അവിടെ 3 കൂട്ടം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന്, നമുക്ക് തമ്മിൽ ഒരു പിളർപ്പുണ്ട്. ഒരു പിളർപ്പ് സ്വർഗത്തിനും ഈ പാതാളത്തിനും ഇടയിൽ ഒരു പിളർപ്പിനെ കുറിച്ച് കർത്താവ് നമുക്കൊരു വെളിപ്പാട് തരികയാണ്. അതിന്റെ 26-ാമത്തെ വാക്യത്തിനകത്ത് പറയുമ്പോഴത്തേക്ക് പറയുക, അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവിൽ വലിയൊരു പിളർപ്പുണ്ടായിരിക്കുന്നു. ഒരു പിളർപ്പുണ്ടെന്ന് അവിടെ പറയുകയാണ്. ഒരു ഗ്യാപ്പ്. 26 पद में लिखा है कि हमारे और तुम्हारे बीच में एक भारी गड्ढा ठहराया गया है। എന്ന് പറഞ്ഞാൽ ആ അബ്രഹാമിന്റെ മടി, ആ അബ്രഹാമിന്റെ മടിയും
ഈ പാതാളവും തമ്മിലുള്ള ആ ദൈർഘ്യത്തെ കുറിച്ച് കാണിക്കുകയാണ്, ഒരു പിളർപ്പിനെ കുറിച്ച് കാണിക്കുകയാണ്. अब्राहम का गोद और जो धनवान जहां पर है उस बीच में एक बड़ा भारी गड्ढा है, दूरी ये करके बता रही है। ഓക്കെ, അതൊരു യാതനാ സ്ഥലമാണെന്ന് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു യാതനാ സ്ഥലം, और वहां പീഡാകസ്ഥ. और वहां ये भी वर्णन किया है कि वो जगह जो है पीड़ा का स्थल है। മൂന്നാമത് നമ്മൾ വായിക്കുന്നത് പാതാളം എന്നുള്ള ഒരു വാക്യമാണ്. और तीसरा पद അതിന്റെ वहां അതിന്റെ 23-ാമത്തെ വാക്യത്തിന്റെ അകത്ത് വായിക്കുന്നു പാതാളത്തിൽ. യാ और इसका 23 पद में पाताल के विषय में लिखा है कि अधोलोक में पीड़ा है। ഓക്കെ, വെളിപ്പാട് പുസ്തകം അതിന്റെ 20-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് അവിടെയും നമ്മൾ കാണുന്ന ഒരു വാക്യമുണ്ട്. 20-ാമത്തെ വാക്യം, ഈ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, അന്നേരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കൈപ്പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. प्रकाशित वाक्य 20वां अध्याय पहला वचन में लिखा है, फिर मैंने एक स्वर्ग दूत को स्वर्ग से उतरते देखा, जिसका हाथ में अतः कुंड की कुंजी और एक बड़ा जंजीर था। ഇതുണ്ടോ, നിങ്ങൾ കണ്ടോ? ഈ 9-ാം അധ്യായത്തിന്റെ അകത്ത് നമ്മൾ വായിച്ചത് ആ ദൂതന്റെ കയ്യിൽ ഒരു താക്കോല് കൊടുക്കുകയാണ്, ഈ അഗാധകൂപത്തിന്റെ വാതിൽ തുറക്കുവാൻ. और 9वां अध्याय का पहला पद में भी हम देखते हैं कि एक गिरा हुआ जो तारा है താര उसको जो अतः कुंड की कुंजी दी गई। ഇതോ അത് തുറന്നപ്പോഴായിരുന്നു ഈ വെട്ടുക്കിളി പോലുള്ള ഈ ജീവി പുറപ്പെടുകയും പുകകൾ പുറപ്പെടുകയും ചെയ്തത്. ആ നൃത്തത്തിൽ തന്നെ, ആ അഗാധകൂപത്തിൽ തന്നെ കുറെ കഴിഞ്ഞിട്ട് യേശു രാജാവായിട്ട് ഇവിടെ 1000 വർഷം ഭരിക്കാൻ വരുമ്പോഴത്തേക്ക് പിശാചിനെ പിടിച്ച് ആ അഗാധകൂപത്തിലേക്ക് അടച്ച് അവനെ പൂട്ടുന്ന ഒരു അനുഭവം 20-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ നമ്മൾ കാണും. और 9वां अध्याय में लिखा है कि वो अतः कुंड जब खोलते हैं वहां पर बड़ी भट्टी का सा धुआं उठता है करके। और 20वां अध्याय में हम देखते हैं कि यीशु मसीह जो है पृथ्वी पर 1000 वर्ष राज्य करने के पश्चात शैतान को जो है पकड़कर जंजीर डालकर इस अतः कुंड में डालते हैं। ആമേൻ. അപ്പോൾ ഈ അഗാധകുണ്ഡത്തിലേക്ക് അല്ലെങ്കിൽ അഗാധകൂപത്തിലേക്ക് പിശാചിനെ യേശു ബന്ധിച്ച് ചങ്ങലയിട്ട് അവനെ 1000 വർഷത്തേക്ക് ജാതികളെ വഞ്ചിക്കാതിരിക്കാൻ തള്ളിയിടും, അതിനെ മുദ്രയുമെന്ന് നമ്മൾ 20-ാം അധ്യായത്തിന്റെ 3 വരെയുള്ള വാക്യം, 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ വായിക്കുകയാണ്. और यीशु मसीह जो है इसी अतः कुंड में शैतान को जो है बांध कर जंजीर डालकर जो है डाल देंगे, ताकि वो जो है संसार के जाति लोगों को जो है भरमाए नहीं और उसे मोहर डालकर वहां पर बंद करेंगे करके प्रकाशित वाक्य 20वां अध्याय का पहला पद से लेके तीसरा पद में बताया है। ഓക്കെ, അതിന്റെ 20-ന്റെ 2 അവിടെ അഗാധകൂപം എന്നുള്ള പേരാണ്. ഈ 9-ലും അഗാധകൂപം എന്നുള്ള പേര് നമ്മൾ വായിക്കുന്നു. 9 और 20वां अध्याय दोनों जगह इस स्थल को जो है अतः कुंड करके वर्णन किया है। എന്നാൽ പത്രോസിന്റെ ലേഖനത്തിലും യൂദയുടെ ലേഖനത്തിലും നമ്മൾ ഒരു അന്ധകാരത്തിന്റെ അറയായിട്ടാണ് വായിക്കുന്നത്. ദ ഡാർക്കൻഡ് സെല്ലാണ് അത്. पत्रुस की पत्री और यहूदा की पत्री में हम इस जगह को जो है डार्क एंड सेल, अंधकार का सेल करके देखते हैं। ഇത് യൂദായുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 6-ാമത്തെ വാക്യത്തിന്റെ അകത്ത് തങ്ങളുടെ വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദേവത്തിന്റെ വിധിക്കായി എന്നേക്കും ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. और यहूदा का जो पत्री में 6 पद में ऐसा लिखा है, फिर जिन स्वर्गदूतों ने अपने पद को स्थिर न रखा वरन अपने निज निवास को छोड़ दिया, उसने उनको भी उस भीषण दिन के न्याय के लिए अंधकार में जो सदा काल के लिए बंधनों में रखा है। അപ്പോ 2 പത്രോസ് അതിന്റെ 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലിട്ട് ന്യായവിധിക്കായി കാക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്നു.
और दूसरा पत्रस दूसरा अध्याय उसका चौथा वचन, दूसरा पत्रस दूसरा अध्याय चौथा पद में लिखा है, क्योंकि जब परमेश्वर ने उन स्वर्गदूतों को जिन्होंने पाप किया नहीं छोड़ा और नरक में भेजकर अंधेरे कुंडों में डाल दिया ताकि न्याय के दिन तक बंदी रहे। ഈ അഗാധ കൂപം അല്ലെങ്കിൽ ഈ ഈ സ്ഥലം, പാതാളം എന്ന് പറയുന്നത് നരകം, എറ്റേണൽ ആ ഹെൽ അല്ല എന്ന് മനസ്സിലാക്കണം. और जब ये अंधेर कुंड, अतः कुंड करके पवित्र शास्त्र में जो लिखा है वो नरक नहीं है। ഓക്കെ, ഇതൊരു ദൈവത്തിന്റെ ആ, ആ, ഈ പിശാചിനും വീണുപോയ ദൂതന്മാർക്കും അപ്പോൾ ന്യായവിധിക്കായി വെച്ചിരിക്കുന്ന ചില ജീവികളെയും അടച്ച് സൂക്ഷിച്ചിരിക്കുന്ന, ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുന്ന പ്രത്യേകമായ ഡാർക്ക് സെല്ലാണ്, ഇരുണ്ടറകളാണെന്ന് ഈ വചനത്തിൽ കൂടെയൊക്കെ നമ്മൾ പഠിക്കുകയാണ്. और इन सारे वचनों से हमें ये मालूम पड़ता है कि परमेश्वर ने इस अतः कुंड या अंधेरे स्थल को जो है शैतान, गिरा हुआ दूध और न्याय करने के लिए जो ठहराया जीवी को रखने के लिए एक डार्क सेल करके ठहराया गया है। അപ്പോൾ ഈ അതുപോലെ പാതാളത്തിന്റെ പലവിധ പാട്ടുകളുണ്ട്. ദൈവം പ്രത്യേകമായി ഈ വീണുപോയ ദൂതന്മാരെ ഇട്ടിരിക്കുന്നത് അപ്പോൾ തന്നെ ഈ അഗാധകൂപത്തിലെ പ്രത്യേകമായ ന്യായവിധിയുടെ സമയത്ത് ദൈവം വെച്ചിരിക്കുന്ന ചില ദുഷ്ട ദൂതന്മാര്, പീഡനങ്ങൾ അയക്കുവാനായി വെച്ചിരിക്കുന്ന ദൂതന്മാര്, യുപ്രട്ടിസ് നദിയുടെ അതും ഇതുപോലെ തന്നെയുള്ള പ്രത്യേക സ്ഥലം, അവരെ അടിച്ചുവിടുകയാണ്. ആ മഹാപീഡന സമയത്ത് ഈ ദൈവവചനം അനുസരിക്കാത്ത പാപികളും ദുഷ്ടന്മാരുമായ മനുഷ്യരെ പീഡിപ്പിക്കാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകപരമായിട്ടുള്ള കാര്യങ്ങളാണ്, ജീവികളാണ്. अधोलोक में कई पार्ट है और वहां पर जो है हर एक सेल में अलग अलग प्रकार के जो है जीव, जैसे शैतान, गिरा हुआ दूध, उनको जो है महाक्लेश के समय परमेश्वर का वचन को न मानने वाले पापी और दुष्ट लोगों को जो है दुख पहुंचाने के लिए, न्याय करने के लिए ठहराया हुआ जीवियों को रखा है। गिरा हुआ दूधों को पकड़कर बांध कर रखा गया है कि अंतिम न्याय के लिए, दंड के लिए, वो उनको हमेशा के लिए बंदी बना कर रखा है. लेकिन कुछ ऐसा सेल है, जगह है, अंधकार की जगह कहते हैं, सेल रहता है, डार्क सेल है. वहां प्रभु जो ट्रिब्यूलेशन समय में, महाक्लेश के समय में, ये धरती पे रहने वाला पापियों को, जिसके ऊपर परमेश्वर का चाप नहीं है, उनको दंड देने के लिए विशेष प्रभु ने रखा गया है. उस समय में, महाक्लेश के समय में, 7 साल की 3.5 साल के बाद जो आखिरी के 3.5 साल के समय में प्रभु ने रिलीज करेगा कि वो इनकी ऊपर दंड करे. उनका जो दंड भयानक रहेगा, महाक्लेश का रहेगा, महापीड़ा करेगा. उस समय में मनुष्य चाहेगा, सोचेगा कि मुझे मरना अच्छा है, मरना अच्छा है. इतना दर्द और भयानक पीड़ा के कारण मृत्यु चाहेगा, मृत्यु चखने का इच्छा आएगा. लेकिन वचन ऐसा लिखा है, मृत्यु उनको छोड़कर भागेगा. मृत्यु 5 महीना के लिए है ही नहीं है. मृत्यु इच्छा रखेगा तो भी नहीं आएगा, मरने का इच्छा रखेगा तो भी उनके जीवन में मृत्यु नहीं आएगा. उस प्रकार के पीड़ा सहने वाला एक महाक्लेश आने वाला है. मैं खुदा का धन्यवाद करना चाहता हूं. प्रभु ने हमें उस अनुभव में आने नहीं देगा, परंतु उससे पहला प्रभु अपने लोगों को ले जाने के लिए आएगा. हम तो उस समय में बादलों पर खुदा के साथ आनंद और मगन होने वाला समय है. अभी हम प्रभु का वचन
दूसरे को समझाता है, सिखाता है, सुनाता है, लेकिन हमारे वचन को, प्रभु के सुसमाचार को इनकार करते हुए प्रभु के विरुद्ध चलने वाला, इन मनुष्यों के ऊपर होने वाला महाक्लेश और पीड़ा का विवरण को हम इस अध्यायों में सीख रहा है. ദൈവത്തിന്റെ ന്യായവിധി ദൈവവചനം അനുസരിക്കാത്ത സകല മനുഷ്യരുടെ മേലും എപ്രകാരം വരും, അത് ഭയാനകമാണ്, മഹാകഷ്ടമുള്ളതാണെന്ന് അത് ഈ വെളിപ്പാടുകളിൽ കൂടെ പരിശുദ്ധാത്മാവ് ഇന്നുള്ള ദൈവസഭയെ അറിയിക്കുകയാണ്. ആമേൻ, സ്തോത്രം. അപ്പോ നമ്മൾ വായിച്ചത് ഇവിടെ ഈ വെട്ടിക്കിളിക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടുന്നുണ്ട്. यहाँ पर हमने पढ़ा है कि ये टिट्टियों को जो है कुछ निर्देशन मिलता है. അവരോട് 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, उनको चौथा पद में ये कहा गया, നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ माथे में जिनके पास मोहर नहीं है उनको छोड़ യാതൊരു വിഷത്തിനോ പുല്ലിനോ ഒന്നിനും കേട് വരുത്തരുത് എന്ന് അവർക്ക് കൽപ്പനയുണ്ടായി. कोई भी पेड़ हरियाली को हानि नहीं पहुंचाना. അപ്പൊ ഒന്ന് ചിന്തിച്ചോണം, ആ പ്രത്യേക സമയത്ത് 2 മുദ്രകൾ മനുഷ്യന്റെ മേലുണ്ട്. और उस खास समय में मनुष्य के ऊपर 2 प्रकार की मोहरें हैं. ദൈവത്തിന്റെ ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ മുദ്ര, നമ്മൾ ഓൾറെഡി അത് 7-ാം അധ്യായത്തിൽ വായിച്ചു. और परमेश्वर के लोगों के ऊपर जो है परमेश्वर का एक मोहर होता है, जो हमने 7वां अध्याय में पढ़ा है. ഇതെല്ലാം കണ്ടിന്യൂവേഷൻ, ഒറ്റ സമയങ്ങളിൽ നടക്കുന്ന കാര്യമാണ്. 7:3 നമുക്ക് വായിച്ചത്, ദൈവത്തിന്റെ ദാസന്മാർ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുമ്പോൾ ഭൂമിക്ക് വൃക്ഷത്തിനും ഒന്നിനും കേട് വരുത്തരുതെന്ന് പറഞ്ഞപ്പോൾ അവരെ മുദ്ര ചെയ്യുകയാണ്. അപ്പോൾ ഇസ്രായേലിന്റെ ഇടയിൽ നിന്ന്, ഗോത്രങ്ങളിൽ നിന്ന് പ്രത്യേകമായിട്ട് ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന് വേണ്ടി മുദ്ര ചെയ്യപ്പെട്ട ഒരു കൂട്ടം ജനത്തെ നമ്മൾ അവിടെ കാണുകയാണ്. 144,000 പേര്. और हम यहाँ पर 7वां अध्याय का 30 पद में वहां पर लिखा है कि परमेश्वर ने दासों को जो है माथे में मोहर लगा दिया, ताकि पृथ्वी, समुद्र, पेड़ों को जो है हानि ना पहुंचाए. और वो जो इस्राएल के कुछ गोत्र में से 1,44,000 लोगों के माथे पर मोहर दी गई है. वो परमेश्वर का मोहर है, ദൈവത്തിന്റെ മുദ്രയാണ് അവരുടെ നെറ്റിമേൽ. और इन लोगों के ऊपर जो मोहर लगाया वो परमेश्वर का मोहर है. അപ്പൊ ഈ ദൈവത്തിന്റെ മുദ്രയല്ലാത്ത ജാതികളായിരിക്കുന്ന, പാപികളായിരിക്കുന്ന ദുഷ്ടന്മാർ ഈ ഭൂമിയിലുണ്ട്. और ऐसे भी कुछ लोग इस पृथ्वी पर है जिनके ऊपर परमेश्वर का मोहर नहीं है, और वो लोग पापी और दुष्ट लोग हैं. അപ്പൊ അത് 13-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ വരുമ്പോഴത്തേക്ക്, വിരോധി മസി, എതിർക്രിസ്തുവിന്റെ മുദ്ര കേൾക്കുന്ന അന്യജാതികളാണ്, അവരുടെ മേലും മുദ്രകളുണ്ട്. और वो मोहर जो है हम 13वां अध्याय का 16वां पद में देखते हैं कि वो विरोधी मसीह का मोहर है, जो അപ്പൊ അവിടെ പറയുകയാണ്, ഏത് ചെറിയവരും വലിയവരും, സമ്പന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരും എല്ലാവർക്കും കൈമേലോ നെറ്റിയിൽ മേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയുമായ മുദ്ര ഉള്ളവരല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആകുന്നു ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. അപ്പോൾ മൃഗത്തിന്റെ മുദ്ര സകല ഭാവികളും ഭൂമിയിലുള്ള സകല മനുഷ്യരുടെ മേലും ഉണ്ട് ആ സമയത്ത്. और यहाँ पर लिखा है कि उसने छोटे बड़े, धनी कंगाल, स्वतंत्र दास सबके दाहिने हाथ या उनके माथे पर एक एक चाप करा दी. രണ്ട് തലത്തിലുള്ള മുദ്രകളാണ് നമ്മൾ ആ സമയത്ത് കാണുന്നത്. और उस काल में हम 2 प्रकार की मोहर देखते हैं. ദൈവത്തിന്റെ മുദ്രയേറ്റ ഒരു കൂട്ടം ജനം, एक तरफ परमेश्वर का मोहर लिए हुए कुछ അപ്പോൾ लोग, തന്നെ പിശാചിന്റെ എതിർക്രിസ്തുവിന്റെ മുദ്രയേറ്റപ്പെട്ട മറുഭാഗത്തിലുള്ള ജനം. और दूसरी तरफ शैतान का मोहर लिया हुआ कुछ लोग. ഇന്നും അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഇന്നും ആ പ്രകാരമുള്ള കാര്യമാണ് നമ്മൾ കാണുന്നത്. आज भी उस प्रकार में हम
लोगों में देखते हैं, दो ഇന്ന് ഈ प्रकार के मोहर ഭൂമിയില് है। രണ്ട് കൂട്ടം ജനത്തെ നമ്മൾ കാണുന്നു. ദൈവമക്കളെയും കാണുന്നു, അപ്പോൾ തന്നെ ജാതികളെയും കാണുന്നു. आज भी पृथ्वी पर दो प्रकार के झुंड को हम देखते हैं, परमेश्वर के लोग और जाति। പരിശുദ്ധാത്മാവിനാൽ മുദ്രയേക്കപ്പെട്ട തന്റെ ജനം, पवित्र आत्मा के द्वारा मोहर पाया हुआ परमेश्वर के लोग है। അപ്പോൾ അപ്പോൾ തന്നെ ജാതികളായിട്ടിരിക്കുന്ന ജനത്തെ നമുക്കറിയാം. और उसी समान जाति लोग भी है। ദൈവോ നമ്മുടെ മേൽ ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിന് മേലാണ് ദൈവത്തിന്റെ ആ മുദ്ര. അത് നമ്മുടെ ജീവിതത്തിൽ കൂടെ അത് പ്രകടമാകുവാനിടയാകും. നാം ദൈവത്തിന്റെ ആണെന്ന് പിശാചിന് പോലെ അറിയാൻ പറ്റും. और वो जो मोहर परमेश्वर ने अपने लोगों को दिया, वो हृदय में दिया है, जो उनके जीवन के द्वारा बाकी लोगों को प्रकट होता है, ആമേൻ, और शैतान भी ये देख पाता है। ആമേൻ, 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 ആമേൻ. അപ്പോൾ തന്നെ ഒന്ന് ചിന്തിച്ചോണം. പത്രോസിനെ നോക്കിയിട്ട് ആ സ്ത്രീ യേശുവിനെ പിടിക്കാൻ പോകുമ്പോൾ പറയും, നീയും യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു, നീയും അവന്റെ കൂടെ ഉള്ളവനാണല്ലോ. അപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പിശാചിന് പോലും ഐഡന്റിഫൈ ചെയ്യാനിടയാവും. അപ്പോൾ തന്നെ പൗലോസ് എന്റെ സമയത്ത് അപ്പോസ്തല പ്രവർത്തിക്കാൻ നമ്മൾ പറയാണ്, പിശാച് പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തുവിനെ അറിയാം, ഞങ്ങൾക്ക് പൗലോസിനെ അറിയാം, നിങ്ങളാര്? അപ്പോൾ ദുരാത്മാവ് പോലും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. और हम देखते हैं कि पतरस को देखकर एक स्त्री, जब यीशु मसीह को पकड़वाया गया, उस वक्त वो स्त्री पतरस से कहती है कि तू भी यीशु के साथ रहने वाला है, उसके साथ था। और फिर हम एक और वचन देखते हैं प्रेरितों के काम में, पौलुस जो है, पौलुस वहां पर कहता है कि यीशु को हम जानते हैं, दुष्टात्मा नहीं, दुष्टात्मा कहता है हम पौलुस को जानता है, मसीह यीशु को जानता है. तो कैफा के कुछ लोगों ने दुष्टात्मा के ओर पर जो दुष्टात्मा को निकालने के लिए गया, तो वो दुष्टात्मा बोल रहा है तुम कौन है करकर. तो इसका मतलब दुष्टात्मा को भी ये पता है कि हम कौन है, किसका है, हमारे ऊपर परमेश्वर की जो चाप है कर कर. तो मैं बोलने का मतलब यही है कि ഇന്നും നമുക്ക് ഇന്നും ഉള്ള ദൈവജനത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഉണ്ട്. അവരെ പിശാചിന് പോലും തിരിച്ചറിയാൻ പറ്റും എന്നുള്ള ഒരു കാര്യം പറയാനും വേണ്ടിയാണ് ഈ വിഷയം ഞാൻ ഇവിടെ പറഞ്ഞത്. और कहने का मतलब ये है कि आज भी परमेश्वर के लोगों के ऊपर मोहर है, और वो शैतान जो है परमेश्वर के लोगों को पहचानता है इस मोहर के द्वारा। ആമേൻ. ഇവിടെ കാണുന്നത് ദൈവത്തിന്റെ മുദ്രയേക്കപ്പെട്ടവരെ തുടരുത്. यहाँ पर हमने पढ़ा है प्रकाशित वाक्य में, परमेश्वर का मोहर डाला हुआ किसी को भी छूना नहीं है। അപ്പോൾ ഈ വെട്ടുകിളി പോലുള്ള ഈ ജന്തു ഓരോരുത്തരെയും കുത്തുവാനായി ചെല്ലുമ്പോൾ ആദ്യം അവരുടെ നെറ്റിമേലാ നോക്കുന്നത്. और ये टिड्डियां जो मनुष्य को पीड़ा देने के लिए ठहराया है, वो जब निकलती है सबसे पहले मनुष्य को माथे को देखती है। അവര് നോക്കുകയാണ്, ഇത് ദൈവത്തിന്റെ മുദ്രയാണോ, ഇത് വിരോധി മസീഹ് എതിർ ക്രിസ്തുവിന്റെ മൃഗത്തിന്റെ മുദ്രയുള്ളവനാണോ. और वो ये देखने की कोशिश करती है कि मोहर किसका है, परमेश्वर का है या विरोधी मसीह का है। ദൈവത്തിന്റെ മുദ്രയുള്ളവനെ വിടുകയാണ്. ദൈവത്തിന്റെ മുദ്രയുള്ളവനെ അവിടെ ഒരു പീഡയുമില്ല, ഒരു കഷ്ടവുമില്ല, ഒരു ക്ലേശവുമില്ല, അവൻ വിടുവിക്കപ്പെടുകയാണ്. പക്ഷേ വിരോധി മസീഹ് എതിർക്രിസ്തുവിന്റെ മൃഗത്തിന്റെ മുദ്രയുള്ളവനെ പീഡിപ്പിക്കുവാൻ, അവനെ കുത്തുവാൻ, അവന്റെ മേൽ ഈ പീഡകൾ വരുവാനായിട്ട് ഇത് ഇങ്ങനെ പാഞ്ഞ് അതിവേഗതയാണ് ഈ വെട്ടുക്കിളി കാണിക്കുന്നത്. വേഗത്തിൽ തന്റെ മിഷൻ ചെയ്യുന്ന ഒരു ജീവിയാണ് വെട്ടുക്കിളി. അപ്പോൾ അത് വേഗത്തിലാണ് അത് ചെയ്യുന്നത് 5 മാസം. और जो टिड्डियां है माथे पे देखती है कि परमेश्वर का मोहर है या विरोधी मसीह का मोहर है। और हम यहाँ पर वचन में लिखा है कि इसका मिशन के लिए जो है बड़े स्पीड तेजी के साथ 5 महीने काम करती है। ഈ വെട്ടുക്കിളി വേഗതയെ കാണിക്കാനും വേണ്ടി അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അത് വേഗത്തിൽ ചെയ്യുകയാണ്, അതിവേഗത്തിൽ തന്നെ മിഷൻ ചെയ്യുകയാണ്. അതങ്ങനെയാണ്. നശീകരണത്തിന്റെ സമയത്ത് അതിവേഗത്തിലാണ്.
ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇങ്ങനെ പാഞ്ഞു വന്ന് മിനിറ്റുകൾക്ക് കൊണ്ട് നശിപ്പിക്കുന്ന ഒരു ജീവിയാണിത്. അപ്പോൾ അതിന്റെ വേഗതയും കൂടെ കാണിക്കാനാണ് ആ രൂപത്തെ നമ്മൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇതിന്റെ കുത്തുകൊള്ളുന്നവർ 5 മാസത്തേക്ക് കഠിന വേദനയാൽ മരണം കൊതിക്കുമെന്നാണ് അവിടെ വായിക്കുന്നത്. और ये जो टिटियों को इसलिए दर्शाया है, उनका रूप यहाँ पर इसलिए बताया ताकि उसके स्पीड को दर्शा सके। इनको बड़ी लाखों में करोड़ों में ये जो है सेना में आते और बड़ी तेजी के साथ काम करते। और इनका डस मिलने के बाद मनुष्य को जो है 5 महीने तक जो है दर्द होता है, बड़ा भयानक दर्द होता है कि वो मृत्यु की आग्रह करते हैं। അതിന്റെ 6-ാമത്തെ 7-ാമത്തെ വാക്യത്തിനകത്ത് നമ്മൾ വായിക്കുന്നത് പ്രത്യേകമായ 6-ാമത്തെ വാക്യത്തിനകത്ത് ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ല താനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. खासकर 9 अध्याय का 6वां पद में ऐसा लिखा है कि ये टिड्डियों के डसने के बाद जो है उन दिनों में मनुष्य मृत्यु को ढूंढेंगे और न पाएंगे ആ और സമയത്ത് ആ സമയത്ത് മരണമേ ഇല്ല. मरने का लालसा करेंगे, लेकिन मृत्यु वो समय नहीं है। നെയ്യ് मृत्यु दूर भागेगा। മരിക്കാൻ ശ്രമിച്ചാൽ പോലും മരിക്കത്തില്ല. अगर मृत्यु के लिए, आत्महत्या के लिए कोशिश किया तो भी मरेंगे नहीं, മരണം വിട്ടോടിപ്പോയിരിക്കുകയാണ്. 5 മാസത്തേക്ക് മരണമില്ല. क्योंकि 5 महीने तक मृत्यु जो है वो भाग गया है। वो अभी लॉकडाउन 5 मंथ नो डेथ. लॉकडाउन है, 5 महीने तक मृत्यु नहीं है। ആ മൃത്യുക്ക് വരാൻ പറ്റത്തില്ല, ഭയങ്കരമായിട്ട് നോ ഡെത്ത്. അപ്പൊ 5 മാസം വേദന പീഡന അനുഭവിക്കുന്ന ഒരു സമയമാണ്. 5 महीने तक दर्द सहन करना है। मृत्यु है ही नहीं, मृत्यु भाग गया है। ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, അവിടുത്തെ ആ ക്ലേശം എന്തുമാത്രമായിരിക്കും. जरा सोच के देखे कि उन दिनों का क्लेश कितना बड़ा भयानक। അന്ധകാരമാണ് ഒന്നാമത്. सबसे पहला अंधकार है വായുമണ്ഡലം മുഴുവൻ പൊല്യൂട്ടഡ് ആയിരിക്കുകയാണ് പുക കൊണ്ട്. और वायुमंडल पूरा दूषित है। ഈ വെളിച്ചമില്ലാത്തതുകൊണ്ട് കൃഷികളൊന്നും നടക്കുന്നില്ല, സകലതും വളരെ ഡിസോർഡറിലായിരിക്കുകയാണ്. और क्योंकि उजाला नहीं है, इसके कारण जो है कोई भी अनाज उग नहीं रहा है, सब कुछ കുടിക്കാനുള്ള വെള്ളം കാഞ്ഞിരം പോലെ കഴിക്കുകയാണ്. पीने का पानी भी कड़वा है। ടോട്ടലി വളരെ മനുഷ്യൻ പീഡകളാൽ വലഞ്ഞു പോകുന്ന ഒരു സമയം. और आपत्तियों से मनुष्य जो है बड़ा क्लेश और कष्ट में है। യോ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മഹാക്ലേശമാണ് ആ സമയത്ത് അവിടെ നടക്കുന്നത്. हम सोच नहीं सकते ऐसे बड़ा महाक्लेश में मनुष्य है। ഞാന് മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ അവസാനത്തെ ഒരു പോയിന്റൂടെ പറയുകയാണ്. ഈ അഗാധകൂപത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ ജീവികൾ, ഈ അഗാധകൂപം എന്ന് പറയുന്നത് നരകമല്ല എന്ന് ഞാൻ പറയുവാണ്. നരകം എന്ന് പറയുന്നത് 20-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. ദൈവം ഇതുവരെയും ആ നരകത്തിലേക്ക് ആരെയും വിടുന്നില്ല. പറഞ്ഞോ. और लास्ट पॉइंट उस विषय में, मृत्यु के विषय में मैं ये बताना चाहूंगा कि अतः कुंड जो है वो नरक नहीं है। नरक के विषय में 20वां अध्याय का 15वां वचन में हम देखते हैं, और परमेश्वर ने नरक में अभी तक किसी को डाला नहीं है। യാതനാ സ്ഥലത്ത് പീഡന സ്ഥലത്തേക്കാണ് പാപികളായിരിക്കുന്ന മനുഷ്യരുടെ ആത്മാക്കൾ പോകുന്നത്. और पापी मनुष्य का आत्मा जो है अधोलोक में या पीड़ा स्थल में जाता है। അവിടെയും അഗ്നിമയമായിരിക്കുന്ന അനുഭവമാണ്, തീച്ചൂള പോലുള്ള അനുഭവമാണ്. वहां पर भी अग्निमय अनुभव है। അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കണം, നരകതുല്യമായ ഒരു ജീവിതം ഭൂമിയിൽ സംഭവിക്കുകയാണ് ഈ മഹാക്ലേശത്തിന്റെ സമയത്ത്. और ध्यान दे और सोचे कि ഒന്നുകൂടെ പറയാമോ പാസ്റ്റർ? ഇപ്പോൾ പോകുന്ന ജനം, മരിക്കുന്ന പാപികളെല്ലാം യാതനാ സ്ഥലത്ത് അല്ലെങ്കിൽ ആ അഗ്നി നരകം എന്ന് പറയുന്ന ആ എറ്റേണൽ ഡെത്തിലേക്കല്ല, പീഡയുടെ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ യാതനാ സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെയും
തീച്ചൂളയിലെ അനുഭവമാണ് അവർ അനുഭവിക്കുന്നത്. അതുപോലെയുള്ള ഒരു പീഡയാണ് ഈ മഹാക്ലേശത്തിന്റെ സമയത്ത്, മഹാപീഡയുടെ സമയത്ത്, ഈ 7 വർഷത്തിൽ ഈ കാഹളങ്ങളും മുദ്രകളും ക്രോധകലശവും ഒഴിക്കുമ്പോൾ ഈ ജനത്തിന്റെ ഇടയിൽ ജീവനോടെ ഇരിക്കുന്ന ജനം ജീവനോടെ നരകത്തിലാകുന്നതിന് തുല്യമായ, സമാനമായ ഒരു അനുഭവമാണ് നമ്മൾ ഈ അധ്യായങ്ങളിലൊക്കെ കാണുന്നത്. पापी और दुष्ट लोग जो है नरक में नहीं, उनके लिए जो स्थल परमेश्वर ने रखा है वो अधोलोक और पीड़ा का स्थल है। वहां पर अग्निमय दर्द होता है। उसी समान जो है महाक्लेश के ये 7 वर्ष का काल में जो है पृथ्वी के लोग अनुभव करने वाला दर्द, उसी अधोलोक या पीड़ा में पड़े हुए अग्निमय दर्द के समान वाला एक अनुभव है पृथ्वी पर। എറ്റേണൽ ഡെത്ത് എന്ന് പറയുന്നത് വെള്ളസിംഹാസന ന്യായവിധിക്ക് ശേഷമാണ് ആ, സകലരും പോകുന്നത്. और इटर्नल डेथ जो है सफेद श्वेत सिंहासन का न्याय के बाद वहां पर डाला जाता है। ആ നരകത്തിലേക്ക്, ആ എറ്റേണൽ ഹെല്ലിലേക്ക് ദൈവം വെള്ളസിംഹാസനത്തിന്റെ ന്യായവിധി കഴിഞ്ഞിട്ടാണ് അയക്കുന്നത്. और उस उस इटर्नल डेथ में परमेश्वर जो है श्वेत सिंहासन का न्याय के बाद ही लोगों को डालते हैं। ഇപ്പോൾ പോകുന്ന പാതാളത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ആ യാതനാ സ്ഥലത്തേക്ക് പോകുന്ന ജനത്തെ പോലും, മരിച്ചവരെ പോലും, ആ മരണത്തെയും പാതാളത്തെയും എന്നേക്കുമായി തള്ളിയിടുന്ന ഒരു സ്ഥലമാണ് എറ്റേണൽ ഹെല്ല്. അത് 20-ാം അധ്യായത്തിന്റെ 14-15 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പാസ്റ്റർ അങ്കിൾ ഒന്നുകൂടെ പറയണം, അത് മനസ്സിലായി. 20-ാം അധ്യായത്തിന്റെ 14-15 വാക്യം. अभी 20वां जो सफेद सफेद सिंहासन की जो न्याय के बाद परमेश्वर ने सारे पापियों को, उनको दंड देगा। इवन अभी जो यातना के स्थान में, पीड़ा के स्थान में, जो नरक तुल्य अनुभव में वो सेल में गया हुआ जो मरे हुए लोगों को, जो पाताल में गया वाले लोगों को भी आखिरी में परमेश्वर की न्याय होने के बाद संपूर्ण नरक में, इसका मतलब अनंत काल की मृत्यु जो नरक में भेजा जाएगा। तो वो विषय हम 20वां अध्याय 14 और 15 पद में पढ़ते हैं. 14-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവനവന്റെ പ്രവൃത്തിക്ക് തക്കതായ വിധി ഉണ്ടായി, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. उसका 20वां अध्याय का वचन 14-15 में ऐसा लिखा है, हर एक के कामों के अनुसार उनका न्याय किया जाएगा। मृत्यु और अधोलोक आग की झील में डाले गए। ये आग की झील दूसरी मृत्यु है, और जिस किसी का नाम जीवन की पुस्तक में लिखा हुआ न मिला वो आग की झील में डाला गया। ആമേൻ. അത് എറ്റേണൽ പർപ്പസ് ആണ്. വെള്ളസിംഹാസന ന്യായവിധി കഴിഞ്ഞിട്ടാണ് അവിടേക്ക് പോകുന്നത്. और वो जो है इटर्नल डेथ है, श्वेत सिंहासन के न्याय के पश्चात वहां पर जाते हैं। അതിന് മുൻപായിട്ടാണ്, ഈ മനുഷ്യൻ പോകുന്നതിന് മുമ്പായിട്ടാണ്, സകല ജാതികളും പോകുന്നതിന് മുമ്പായിട്ടാണ് എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിശാചിനെയും അവിടെ ഇട്ട ശേഷമാണ് സകല ജനത്തെയും അവിടേക്ക് ഇടുന്നത്. ആദ്യം കള്ളപ്രവാചകനെ അവിടേക്ക് ഇടും, എതിർക്രിസ്തുവിനെ ഇടും, അത് കഴിഞ്ഞ് പിശാചിനെ ഇടും. അതിനുശേഷമാണ് സകല മരിച്ചുപോയ പാപികളെ, ദുഷ്ടന്മാരെ ഈ നരകത്തിലേക്ക് ദൈവം തള്ളിയിടുന്നത്. और सबसे पहले जो है ये नरक में झूठे भविष्यवक्ता, विरोधी मसीह और शैतान को डाला जाएगा। उसके पश्चात मनुष्य जो पापी लोग हैं, दुष्ट लोग हैं, उन्हें वहां पर डालेंगे। 19-ന്റെ 20-ാമത്തെ വാക്യത്തിനകത്ത് നമ്മൾ വായിക്കുന്നത്, 19 अध्याय का 20वां पद में लिखा है,
ഓക്കെ. പ്രതിമ. ഓക്കെ. കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ആ മൃഗത്തെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിയിടും. और झूठे भविष्यवक्ता और शैतान को जो है നോ നോ, अ, ഷैतान नहीं, विरोधी मसीह. മൃഗം, മൃഗം. ആ. अब वचनम वो पशु और उसके साथ वो झूठा भविष्यवक्ता पकड़ाया गया, जिसने उनके सामने ऐसे चिन्ह दिखाए थे जिनके द्वारा उसने उनको भरमाया, जिन पर उस पशु की छाप छाप थी, और जो उसकी मूर्ति की पूजा करते थे। ये तीनों चीते और उन आग की झील में जो गंधक से जलती है डाले गए। ഓക്കെ. രണ്ടാമത്, പിശാചിനെ 1000 വർഷം കഴിഞ്ഞിട്ട് അഗാധകൂപത്തിൽ നിന്ന് പുറത്തുവിടും. और फिर शैतान को 1000 वर्ष के बाद जो है बाहर निकालेंगे। അപ്പം അത് കഴിഞ്ഞിട്ട് അവനെ ദൈവം പിടിച്ച്, കർത്താവ് പിടിച്ച് 20-10 വായിക്കുന്നതാണ്. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും പ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി वരും. और 20वां अध्याय का 10वां वचन में लिखा है कि फिर जो है भरमाने वाला शैतान आग और गंधक की झील में, वहां पर वो पशु और झूठा भविष्यवक्ता भी होगा, उन्हें डाल दिया जाएगा। वे रात दिन युगानुयुग पीड़ा में तड़पते रहेंगे। അത് കഴിഞ്ഞിട്ടാണ് വെള്ള സിംഹാസന ന്യായവിധി സകല മനുഷ്യർക്കായിട്ട് വെച്ചിരിക്കുന്നത്. और उसके बाद हम देखते हैं कि एक बड़ा श्वेत सिंहासन जो है परमेश्वर ने ठहराया। ആദാമ്യ കാലം മുതൽ ഉള്ള സകല പാപികളെയും ദൈവം ന്യായം വിധിക്കുന്ന ഒരു സമയമാണ് വെള്ള സിംഹാസന ന്യായവിധി. और सारे मनुष्य को, आदम काल से लेके सब मनुष्य को जो है न्याय करने का समय है वो। सब मनुष्य मतलब हर पापियों को दंड देने वाला समय है, धर्मियों का नहीं, पापियों को, दुष्टों को परमेश्वर शेर सिंहासन के सामने इकट्ठा करेगा और सबका न्याय हो जाएगा. അവരെ ന്യായം വിധിച്ചിട്ട് ദൈവം മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. और उन्हें न्याय करके परमेश्वर झील में, आग की झील में जो है डाल देंगे। അതിനാണ് രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത്. और उसे जो है दूसरा मृत्यु करके എറ്റേണൽ ഹെൽ ഓർ ഡെത്ത്. वो एटर्नल हेल। 21:8 അകത്തും ആരൊക്കെയാണ് ആ എറ്റേണൽ ഹെല്ലിലേക്ക് പോകുന്ന വ്യക്തികളുടെ സ്വഭാവ വിശേഷതയെക്കുറിച്ചും അവിടെ പറഞ്ഞിട്ടുണ്ട്. और 21 अध्याय का 8वां वचन में उस एटर्नल डेथ, हेल में जाने वाले लोगों का स्वभाव के विषय അവിടെ में തീയും ഗന്ധകവും കത്തുന്ന തീ പൊയ്കയുമാണെന്ന് അവിടെ വെളിപ്പെടുത്തുകയാണ്. वहां पर झील मिलेगा, आग और गंधक जलती रहेगी। ഓക്കെ. അത് രണ്ടാമത്തെ മരണമാണെന്ന് അറിയിക്കുകയാണ്. और वो बता रहे कि ये दूसरी मृत्यु है। അപ്പോൾ ഒന്ന് ചിന്തിച്ചോണം, 2 പ്രാവശ്യം ജനിക്കുന്നവന് ഈ മരണത്തിൽ പോകേണ്ടതായിട്ട് വരത്തില്ല. तो एक बार ध्यान देना है, सोचना है कि 2 बार जीने ജനം. जन्म लेने वाले लोग जो है इस आग की झील में नहीं जाएंगे। शारीरिक जन्म हमने लिया है, लेकिन आध्यात्मिक जन्म, नया जन्म पाने वाला विश्वासियों को ये दूसरा मृत्यु से हानि नहीं होगा. उसमें परमेश्वर का धन्यवाद देना है. आमीन। ഹാലേലുയ. അപ്പോൾ ഈ ഈ ഈ ഈ 20-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട 15-ാമത്തെ വാക്യത്തിൽ കണ്ടതാണ് എറ്റേണൽ ഹെൽ, അല്ലെ നരകം എന്ന് പറയുന്നത്. 20वां अध्याय का 15वां वचन में हमने एटर्नल हेल, नरक के विषय में देखा। അപ്പോൾ അഗാധകോപവും നരകവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. और मैं विश्वास करता हूँ कि अतः कुंड और एटर्नल हेल, डेथ, एटर्नल हेल, नरक के विषय में आपको अंतर समझ में आया। അപ്പോൾ ഈ വെട്ടുക്കിളി പോലുള്ളത് ഈ 5 മാസത്തേക്ക് ജനത്തെ പീഡിപ്പിക്കുന്നു. 5 വർഷത്തെ കാലാവധിയായിരുന്നു. അതിന് കഴിഞ്ഞ ശേഷം ആദ്യത്തെ കഷ്ടം കഴിഞ്ഞു.
और ये टीटीओ को जो है 5 महीने तक मनुष्य को पीड़ा देने के लिए ठहरा है। उसके बाद जो है पहला कष्ट। पहला कष्ट समाप्त हुआ। 12 पद में बोल रहा है കഷ്ടം ഒന്ന് കഴിഞ്ഞു ഇനി 2 കഷ്ടം പിന്നാലെ വരുന്നു. 12 पद में लिखा है कि पहली विपत्ति बीत चुकी है, इसके बाद 2 विपत्तियां आने वाली है। 13-ാമത്തെ വാക്യം തൊട്ട് 21-ാമത്തെ വാക്യം തൊട്ട് രണ്ടാമത്തെ കഷ്ടത്തിന്റെ സ്റ്റാർട്ടിങ് നമ്മൾ കാണുകയാണ്. 13वां पद से 21 तक दूसरे कष्ट का विषय में हम देखते हैं। അവിടെ ആറാമത്തെ ദൂതൻ തന്റെ കാഹളം ഊതുകയാണ്. वहां पर छठवां स्वर्गदूत तुरही फूंकते हैं। ദൈവത്തിന്റെ സന്നിധിയിലെ സ്വർണ പീഠത്തിന്റെ കൊമ്പുകളിൽ നിന്നൊരു ശബ്ദം കാഹളമുള്ള ആറാം ദൂതനോട് പറയുകയാണ്. स्वर्गदूत सोने की वेदी जो परमेश्वर के सामने है, उसके सींगों में से मैंने एक शब्द सुना। ഓക്കെ, അവിടെ പറയാണ് യൂപ്രട്ടിസ് എന്ന മഹാനദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. और वहां पर ऐसा लिखा है कि मैंने ये सुना कि उन 4 स्वर्गदूतों को जो बड़ी नदी फुरात के पास बंधे हुए हैं खोल दे। ഏറ്റവും നീളം കൂടിയ ആഴമേറിയ നദിയാണ് യൂപ്രട്ടിസ് നദി. सबसे लंबा और गहरा नदी है फुरात। 1780 മൈൽ ദൂരമുള്ളതും അളക്കാൻ പറ്റാത്ത ആഴവുമുള്ളതായിട്ടുള്ള ഒരു നദിയാണ്. സമുദ്രമല്ല, കടലല്ല, ഒരു നദിയാണ് യൂപ്രട്ടിസ്. सो 1780 80. माइल्स दूर ആ. है यू फुरात, और उसका गहराई कोई भी माप नहीं कर सकते। समुद्र नहीं, एक नदी है वो। ഓക്കെ, അർമേനിയൻ മഹാപർവ്വതങ്ങളിൽ കൂടെ ഒഴുകി ഇറാഖിൽ കൂടെ വന്ന് പേർഷ്യൻ കടലുകളിലേക്ക് വന്ന് ഉത്ഭവിക്കുന്ന അല്ലെങ്കിൽ വീഴുന്ന ഒരു വലിയ നദിയാണ് യൂപ്രട്ടിസ്. अर्मेनिया से लेके इराक पर्शिया के समुद्र तक आकर गिरने वाला एक बड़ा नदी है फुरात। ഈ യൂപ്രട്ടിസ് നദിയുടെ മുകളിലാണ് ബാബിലോണിയ സാമ്രാജ്യത്തെ നെബൂഖദ്നേസർ കെട്ടിപ്പൊക്കിയത്. और इसी यूफ्रात नदी के ऊपर नेबुकदनेस्सर राजा ने बेबीलोन को जो है बनाया था। അതിൽ വന്ന പതിക്കുന്ന സൂര്യന്റെ കിരണങ്ങൾ വന്നിട്ട് സ്വർണ്ണ രസമായ കൊട്ടാരമായി വളരെ വളരെ ബ്യൂട്ടിഫുള്ളായ തലത്തില് ടെക്നോളജിയില് അന്ന് സ്ഥാപിച്ച മെനഞ്ഞുണ്ടാക്കിയ കൊട്ടാരമായിരുന്നു ബാബിലോണിയ കൊട്ടാരം അല്ലെങ്കിൽ നെബൂഖദ്നേസറിന്റെ രാജധാനി. और उस काल में जो है नेबुकदनेस्सर राजा ने उसके महल को इस फुरात नदी के ऊपर इस समान बनाया कि सूर्य का किरण जब इस महल पर गिरता है तो सोने के समान जो है वो चमक उठता है। उस काल में जहाँ टेक्नोलॉजी नहीं है, उस वक्त ऐसा बहुत ही मनोहर रीति से बनाया हुआ था बेबीलोनियन साम्राज्य। യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം മൂലം, പോഷകങ്ങൾ മൂലം സമ്പൽ സമർത്ഥമായ അഗ്രികൾച്ചറിന്റെ ഏറ്റവും ടോപ്പിലായിരുന്നു ഈ സ്ഥലങ്ങളെല്ലാം ആ കാലയളവില്. और फुरात नदी के पानी के द्वारा उसमें जो कुछ भी मिलता है, उसके द्वारा एग्रीकल्चर में सबसे टॉप में थे उस काल में बेबीलोनियन साम्राज्य। അപ്പോൾ ഇതിന്റെ ആ സമ്പത്തും പ്രതാപവും ഐശ്വര്യവും കൊണ്ട് അഹങ്കാരത്തിൽ മതളിച്ചിരിക്കുന്ന പാപത്തിന്റെ ആ ഗർത്തത്തിലേക്ക് താന്നുകൊണ്ടിരിക്കുന്ന ജനത്തെ ദൈവം വരാൻ പോകുന്ന ന്യായവിധിയിൽ മഹാപീഡനയുടെ സമയത്ത് ന്യായം വിധിക്കാൻ പോകുന്നു എന്ന് ഈ വെളിപ്പാടിൽ നമ്മൾ കാണുകയാണ്. और उसके धन ऐश्वर्य घमंड करने वाले पापी लोगों पर परमेश्वर जो न्याय करने वाले उस विषय में यह वर्णन किया है। ഇവിടെ 14-ാമത്തെ വാക്യത്തിൽ പറയും യൂഫ്രട്ടീസ് എന്ന മഹാനദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു.
ഉടനെ മനുഷ്യരിൽ മൂന്നിലൊന്നിനെ കൊല്ലുവാൻ നിശ്ചയിക്കപ്പെട്ട ആണ്ട് മാസം ദിവസം നാഴികയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. അങ്ങനെ ഒരു വലിയൊരു ഒരു പീഡയിൽ നിന്ന് മഹാപീഡയിലേക്ക് കുതിക്കുന്ന ഒരു അനുഭവമാണ് നമ്മൾ ഈ അധ്യായത്തിൽ, ഈ വാക്യത്തിൽ വായിക്കുന്നത്. 15वां पद से ऐसा लिखा है कि वे चारों दूत खोल दिए गए जो उस घड़ी और दिन और महीने और वर्ष के लिए मनुष्यों के 1/3 के मार डालने को तैयार किए गए थे। उनकी फौज के सवारों की गिनती 20 करोड़ थी। मैंने उनकी गिनती सुनी। मुझे इस दर्शन में घोड़े और उनके ऐसे सवार दिखाई दिए जिनकी झिल में आग और धूम्रकांत और गंधक की सी थी, और उन घोड़ों के सिर पर सिंहों के सिरों के समान थे। उनके मुंह में आग, धुआं और गंधक निकलते थे। കണ്ടു കഴിഞ്ഞാൽ സിംഹമാണോ, കുതിരയാണോ, സർപ്പമാണോ, മനുഷ്യനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അഗ്നിഗോളമാണോ, എന്താണ്, പുകയാണോ, എന്തുവാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഭയങ്കര വിചിത്രമായ ഒരു രൂപം. അത് ഒന്നല്ല, 20 കോടി കുതിരപ്പട. हम यहाँ पर देखते हैं कि ये जो रूप जो है यहाँ पर जो बताया है वो भयानक इसलिए क्योंकि उसका रूप सिंह है क्या पूछेगा तो नहीं मालूम, घोड़ा है क्या वो भी नहीं मालूम, और सर्प के समान नहीं, मनुष्य के समान नहीं, आग है क्या वो भी नहीं, धुआं है क्या वो, एक नहीं 20 करोड़ का बड़ा झुंड में आ रहे हैं। 20 കോടി കുതിരപ്പട അങ്ങ് പുറപ്പെടുകയാണ് മനുഷ്യരിലെ 1/3 കൊല്ലുവാൻ. और ये जो है बड़े झुंड में घोड़े के समान जो है मनुष्य का 1/3 को नाश करने के लिए निकल रहे हैं। അധികാരത്തോടെ, ശക്തിയോടെ, കുതിപ്പോടെ ഭസ്മമാക്കുവാൻ കുത്തി വേദനിപ്പിച്ച് സർപ്പവിഷം കൊണ്ട് മനുഷ്യനെ കൊല്ലുവാൻ തക്കവണ്ണം പുറപ്പെടുന്ന 20 കോടി കുതിരപ്പടയാണ് ഇവിടെ ദർശനത്തിൽ കാണുന്നത്. और ये दर्शन में जो देख रहे हैं वो एक ऐसा फौज के सवार लोग हैं जो बड़े शक्ति के साथ, अधिकार के साथ, डसने के लिए, विष के साथ जो है मार डालने के लिए निकल रहे हैं। ഈ പിക്ചറിൻ്റെ അകത്ത് കാണുന്നത് പോലെ ആ പിക്ചർ സൃഷ്ടിച്ചവൻ അതിൻ്റെ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ അതിനെ വരയ്ക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. और ये पिक्चर में जो आप देख रहे, फोटो जो देख रहे, वो ये वचन में जैसे समान जो है उन्होंने स्केच बनाया। बहुत ही ब्यूटीफुली ये बना के रखा. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാ പുറപ്പെടുന്നറിയാമോ? ഭൂമിയിലെ 1/3 പേരെ, 1/3 ജനത്തെ കൊല്ലുവാനാണ്. അതിൻ്റെ ബാധയാൽ അവിടെ വായിക്കുന്ന 18-ാമത്തെ വാക്യത്തിൽ വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 1/3 മരിച്ചുപോയി. और वचन कहता है कि मनुष्य में से 1/3 लोग उसके मुंह के आग, धुआं, गंधक के कारण मरेंगे। ഇതിന്റെ ശക്തി വായിലും വാലിലുമായിരുന്നു. और इसकी शक्ति जो है उसके मुंह और उसके पूंछ, വായിൽ നിന്ന് തീ പുറപ്പെടുന്നു, उसके मुंह से आग निकलती है, എന്നാൽ വാല് സർപ്പത്തിന്റെ വാലാണ്, മുഖമാണ്. उसका पूंछ जो है वो सर्प का मुंह के समान है. ഇവയാൽ അത്ര കേടുവരുത്തുന്നത്. ഇതുകൊണ്ടാണ് മനുഷ്യനെ കൊല്ലുന്നത്. और इसी के द्वारा वो मनुष्य को हानि पहुंचाता है, मार डालता है. കണ്ടോ? ഇത്രയും ഭയങ്കരമായ സംഭവം ഈ ഭൂമിയിൽ നടക്കുകയാണ്. और इतना भयंकर घटनाएं पृथ्वी पे चल रही है. ചിന്തിക്കാൻ പറ്റാത്ത തലത്തിലുള്ള സംഭവങ്ങളാണ് ഭൂമിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. और सोच नहीं सकते इस समान घटनाएं जो है पृथ्वी में घट रही है. മനുഷ്യന് അവന് ദൃശ്യമായിട്ടുള്ള മഹാപീഡനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. और मनुष्य के लिए एक बड़ा महा पीड़ा का समय है. അവൻ കാണുകയാണ്, അത് അനുഭവിക്കുകയാണ്.
वो देख रहा है, अनुभव कर रहा है। എന്നിട്ടും മാനസാന്തരപ്പെടാത്ത ഒരു ജനത്തെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. और എന്നിട്ടും മാനസാന്തരപ്പെടാത്ത ഒരു ജനത്തെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. इतना भयंकर पीड़ा अनुभव करने के पश्चात भी मन नहीं फिराने वाले लोगों के विषय में आप जरा सोचिए। നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇത്രയും പ്രയാസങ്ങൾ, ഇത്രയും പീഡനങ്ങൾ ഈ സൂര്യന്റെ മേൽ, ചന്ദ്രന്റെ നക്ഷത്രമേൽ, വായുവിന്റെ മേൽ, നേച്ചറിന്റെ മേല്, സകല സസ്യജനത്തിന്മേല്, മനുഷ്യന്റെ മേൽ ഉണ്ടാകുന്ന ആളിൽ ചിന്തിക്കാൻ പറ്റാത്ത പീഡകൾ വരുമ്പോഴും മാനസാന്തരമില്ലാത്ത ഒരു കൂട്ടം ജനത്തെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. हम എത്ര കഠോരമായ മനസ്സായിരിക്കും അവരുടേത്. हम सोचे सूर्य में, चांद में, तारों में, पृथ्वी पे, वायु पे और सारे जीव जंतु पे, समुद्र पर इतना बड़ा भयंकर घटनाएं संभव होने के पश्चात भी ये लोग मन नहीं फिराते। उनका मन कितना कठोर है, जरा सोचे। ഇന്നത്തെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ സുവിശേഷം പറഞ്ഞിട്ട് ഇത്രയും ഒന്നും സംഭവിക്കുന്നില്ല. എന്നാലും നമ്മൾ പലപ്പോഴും ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇവരൊക്കെ മാനസാന്തരപ്പെടാത്തത്? ഇവരെന്തുകൊണ്ടാണ് ഇവരുടെ മനസ്സിൽ ഈ മൂർത്തിപൂജ എന്തുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്? എന്തിനാ ഈ ജാദൂട്ടോണാണ് ഇവർ ചെയ്യുന്നത്? എന്തിനാണ് ഈ ഈ ഈ ഈ എന്തുവാ അസത്യമായിട്ടുള്ള ദൈവമല്ലാത്ത അന്ധവിശ്വാസത്തിൽ ഈ ജനം എത്ര ദൈവവചനം കേട്ടിട്ടും പറഞ്ഞിട്ടും മാനസാന്തരപ്പെടാത്തതെന്നൊക്കെ നമ്മളിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു പോകണം, ഇന്നത്തെ ജനത്തിൻ്റെ ഇടയിൽ ഇത്രയും ആ, അവസരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒന്ന് ചിന്തിച്ചു, ഇത്രയും പീഡ ഉണ്ടായിട്ട് പോലും മാനസാന്തരപ്പെടാത്ത കഠോരമായിരിക്കുന്ന ജനത്തെ അന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എതിർക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾ അന്നു മാത്രമല്ല ഇന്നും മനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. മനുഷ്യന്റെ ഹൃദയത്തെ പിശാച് ഭയങ്കരമായി കഠിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. आज के काल में भी हम देखते हैं कि सुसमाचार बांटने के बाद भी मनुष्य जो है मन नहीं फिराते। तो हम सोचते हैं कि क्यों ये लोग जो है मूर्ति पूजा करते हैं और जादू टोना करते हैं, असत्य बातों पर विश्वास करते हैं और जो है बहुत सारे सुपरस्टिशंस पर, अंधविश्वास काफी मनुष्यों के बीच में। लेकिन उस काल में भी, महाक्लेश के काल में भी इतना पीड़ा अनुभव करने के बावजूद मनुष्य मन नहीं फिराता। उसका हृदय जो है शैतान ने इतना कठोर कर कर रख दिया है। അതുപോലുള്ള ചില കഠോരമായ ദുരാത്മാവിന്റെ പ്രവൃത്തികളാണ് ഇന്നും ഇന്ന് പരിശുദ്ധാത്മാവിന് ഉണ്ടായിട്ടും ആത്മാവുണ്ടായിട്ടും മാനസാന്തരപ്പെടാത്ത ജീവിതങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാക്കൾ. ഇന്നും ദൈവജനങ്ങൾ എന്ന് പറയുന്നവർ പോലും മാനസാന്തരപ്പെടാനായിട്ട് തയ്യാറാകുന്നില്ല. അവരുടെ ഉള്ളിൽ പോലും പൈശാചികമായ ചില പ്രവർത്തികൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതിൻ്റെ 20ഉം 21ഉം വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്യമാണ്. और महाक्लेश के समय में ही नहीं, आज के काल में भी, केवल अन्य जातियों में नहीं, परमेश्वर के लोगों के बीच में भी हृदय को जो है कठोर बना के बैठे हुए कई लोग को हम देखते हैं जो मन नहीं फिराते हैं। सो ऐसे लोग में जो है दुष्ट आत्मा जो है, शैतान जो है कार्य करता है। और उसका 20वां और 21वां का वचन जो है बहुत इंपॉर्टेंट वचन है। ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണുവാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്നെ, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കത്തക്കവണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. ഇന്നെന്ന പോലെ തന്നെ അന്നും തന്നെ ഭയങ്കരമായിട്ടും മാനസാന്തരം വരുന്നില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ കാണുകയാണ് അവിടെ. ഓ,
സ്തോത്രം. इसका 20वां और 21वां पद जो है बहुत क्रूशियल और इम्पोर्टेंट है, क्योंकि वहां लिखा है कि बाकी मनुष्य ने जो उन मरियों से न मरे थे अपने हाथों के कामों से मन न फिराया, कि दुष्टात्माओं की और सोने और चांदी और पीतल और पत्थर और काठ की मूर्तियों की पूजा न करे, जो न देख न सुन न चल सकती है, और जो खून और टोने और व्यभिचार और चोरी उन्होंने की थी, उनसे मन न फिराया। आज വിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്: എന്തെങ്കിലും കാണുമ്പോൾ തന്നെയെങ്കിലും മാനസാന്തരപ്പെട്ട് ദൈവത്തെ, സത്യദൈവത്തെ വിളിക്കണം. ഞാൻ വിശ്വസിക്കുന്നു, അന്നും ആരെങ്കിലും മാനസാന്തരപ്പെടുവാൻ തയ്യാറായാൽ ദൈവത്തിന്റെ രക്ഷ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വീണ്ടെടുപ്പ്, ദൈവത്തിന്റെ ആ സ്നേഹം ദൈവം അവരോട് കാണിച്ചേനേയുമായിരുന്നു. പക്ഷേ ഇവിടെ പറയുന്നു ആരും മാനസാന്തരപ്പെട്ടില്ല എന്ന്. उस काल में, महाक्लेश के काल में, यदि इतना पीड़ा अनुभव करने के बाद भी कोई मन फिराता है, तो परमेश्वर का प्रेम जो है, उद्धार जो है, उनको मिल जाएगा। प्रभु का प्रेम उन्हें ढूंढते हुए आएगा। लेकिन सच्चाई ये है कि उनका हृदय इतना कठोर हो गया कि वे अपने कामों से मन न फिराया। ദൈവം ആഗ്രഹിക്കുന്ന ഒരൊറ്റ ഒരു കാര്യമാണ്: മാനസാന്തരപ്പെടുക, ദൈവത്തിലേക്ക് മടങ്ങി വരിക. परमेश्वर यही चाहता है, एक ही बात परमेश्वर चाहता है, कि मन फिराए और परमेश्वर की ओर लौट के आए। ദൈവ എത്ര കഠോരമായ പാപം ചെയ്താലും അവനിൽ നിന്നൊരു മാനസാന്തരം ഒരു മനുഷ്യന് കിട്ടി അവൻ മടങ്ങി വരുവാൻ തയ്യാറായാൽ, ഒരു മുടിയൻ പുത്രനെ സ്നേഹിക്കുന്ന, സ്വീകരിക്കുന്ന ഒരു പിതാവിന്റെ സ്നേഹം കർത്താവിലുണ്ട് എന്ന് ഈ വാക്യത്തിൽ കൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. कितना बड़ा पाप यदि मनुष्य ने किया, तो भी बड़ा कठोर बातों से अगर वो मन फिराकर अगर लौट के आते हैं, तो उड़ाऊ पुत्र को जिस समान पिता ने अपनाया, उसी समान प्रेम दर्शाने के लिए हमारा स्वर्गीय पिता आज भी तैयार है। ആമേൻ. ദൈവം ആഗ്രഹിക്കുന്ന അത് മാത്രമാണ്. ഇസ്രായേലിനോടും ദൈവത്തിന്റെ ജനത്തോടുമുള്ള ദൈവത്തിന്റെ ആ, ആഗ്രഹവും അപ്പോൾ തന്നെ സകല മനുഷ്യരുടെ മേലും ദൈവം ആഗ്രഹിക്കുന്നത് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുക എന്നുള്ളതാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. इस्राएल से और परमेश्वर के लोगों से और सारे मनुष्य से परमेश्वर केवल एक ही बात आग्रह करता है, अपने बुरे कामों से, पाप से, हालेलुया, मन फिराकर परमेश्वर की ओर लौट के आए। ये वचनों के साथ परमेश्वर हम सबों को आशीष करने पाए। परमेश्वर के अभिषेक दास को बहुत ഹലോ धन्यवाद करते हैं। ഹലോ हाँ, പ്രൈസ് പാസ്റ്റർ. praise the Lord। എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പറഞ്ഞോട്ട്, ചോദിച്ചോട്ട്. നമ്മൾ പഠിച്ചതിനകത്ത് ഇതൊക്കെ സംഭവിക്കുന്ന മുന്നേ ദൈവം തൻ്റെ സഭ എടുക്കും എന്നല്ലേ നമ്മൾ പഠിച്ചത്. ആണ് അപ്പൊ ആണ് ആണ് അപ്പൊ ആണ്. എൻ്റെ ഡൗട്ട് ഇതാണ്, രണ്ട് മുദ്ര ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഉം, ഒരെണ്ണം ദൈവത്തിന്റെ മുദ്രയും പിന്നെ ആന്റി ക്രൈസ്റ്റിന്റെ മുദ്രയും. ഉം, ഉം, ഉം. അപ്പൊ എൻ്റെ ഡൗട്ട് ഇതാണ്, ദൈവത്തിന്റെ അതാരാണ്? മുദ്ര അപ്പൊ പറഞ്ഞാൽ ദൈവത്തിന്റെ അതാണ്. മുദ്ര അതല്ലേ മോളെ നമ്മളെ 7-ാം അധ്യായത്തിന്റെ അവിടെ ഇസ്രായേലിന്റെ ഗോത്രങ്ങളിലുള്ളവർക്ക് ആ സമയത്തിൽ ദൈവം മുദ്രയിടുന്നുണ്ട്. 7-ാം അധ്യായത്തിന്റെ നമ്മൾ വായിച്ചായിരുന്നു, പഠിച്ചായിരുന്നു. മഹാക്ലേശത്തിൽ കൂടെ അല്ലെങ്കിൽ മഹാപീഡയിൽ കൂടെ ദൈവസഭ പോകത്തില്ല. ആ ദൈവസഭ ആ സമയത്ത് മധ്യാകാശത്തിലായിരിക്കും 7 വർഷം. പക്ഷേ എതിർക്രിസ്തുവിന്റെ സമയത്ത് ദൈവം ഇസ്രായേലിന്റെ ഗോത്രങ്ങളിൽ നിന്ന് 144,000 പേര്, 144,000 പേര് മുദ്ര ചെയ്ത് വേർതിരിക്കുന്നുണ്ട്. ഒരു പ്രത്യേക മിഷന് വേണ്ടി ദൈവം അവരെ വേർതിരിക്കുന്നു. അത് 7-ാം അധ്യായത്തിന്റെ നമ്മൾ കാണുന്നുണ്ട്. 7-ാം അധ്യായത്തിന്റെ 3-4 വാക്യത്തിന്റെ അകത്ത് വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ആ മുദ്രയിടപ്പെട്ട വ്യക്തികളെ തുടരുതെന്നാണ് ആ, ആ, കൽപ്പന. അപ്പോൾ ഓക്കെ. അവരല്ലാത്ത ബാക്കിയുള്ള സകല ജാതികളുടെ മേലും ക്രിസ്തുവിന്റെ ഭരണമല്ലേ. അപ്പം അവന്റെ മുദ്ര അവർ ഓൾറെഡി ഏറ്റിട്ടുണ്ട്.
അപ്പം ഈ എതിർ ക്രിസ്തുവിന്റെ മുദ്ര ഏൽക്കാത്തവരെ ചിന്തിച്ചോണം, ഈ മുദ്ര ഏൽക്കാത്തവരെ കൊല്ലുവാനുള്ള ഒരു നടപടി ആ സമയത്ത് സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ഈ 5 മാസത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആർക്കും. ഈ എതിർക്രിസ്തുവിന്റെ ഭരണത്ത് മുദ്രയേൽക്കാത്ത ഈ ദൈവജനത്തെ തൊടാൻ പോലും പറ്റത്തില്ല. ബിക്കോസ് ഈ കൊല്ലാൻ ചെല്ലുന്നവനും പീഡ അനുഭവിച്ചുകൊണ്ടിരിക്കുക, അവന് വയ്യ, പിന്നെ എങ്ങനെ കൊല്ലും അവൻ? അവനാകെ ബുദ്ധിമുട്ടോണ്ടിരിക്കുക, അവൻ ചാകാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, വേറൊരുത്തിനെ കൊല്ലാൻ പോകുന്നത്. മനസ്സിലായി? അങ്ങനെ ഒരു 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 വിഷയം. അപ്പൊ 5 മാസത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പീഡയാണ് ഈ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ മുദ്രയിടപ്പെട്ടവര് ഇസ്രായേൽ ഗോത്രത്തിലുള്ളവരാണ്. ആ 7-ാം അധ്യായത്തിന്റെ 3-ഉം 4-ഉം വാക്യത്തിന്റെ അകത്ത് അത് വ്യക്തമായിട്ടുണ്ട്. ഹലോ ഓക്കെ. അബിയ, അതെ പാസ്റ്റർ, അതെ. ഓക്കെ. അപ്പൊ ആ ഇവിടെ വേറൊരു ഡൗട്ട് കൂടെ ആ ഉണ്ട്. പറഞ്ഞു. ക്രിസ്തുവിന്റെ അടുത്ത് കൈവിട്ട് പോയവരുടെ അവസ്ഥ അപ്പം എങ്ങനെയായിരിക്കും? ഓക്കെ. കൈവിടപ്പെടരുത്, അതാണ് ഒന്നാമത്തെ ആൻസർ. അഗർ കൈവിട്ട് പോയാൽ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോനെ, ഇപ്പം നമ്മളിപ്പം പഠിച്ചില്ലായിരുന്നോ, മാനസാന്തരം എന്ന് പറയുന്നതാണ് ദൈവം ഒരു വ്യക്തിയിൽ കൂടെ ആഗ്രഹിക്കുന്നത്. ഇസ്രായേലിന് ദൈവജനമാണ്, വീണ്ടെടുക്കപ്പെട്ടവരായിരുന്നു. അവര് തെറ്റ് ചെയ്തപ്പോഴാണ് പ്രവാചകന്മാർ അവരുടെ അടുക്കിലേക്ക് ചെല്ലുന്നത്. എല്ലാ പ്രവാചകന്മാരും അവരോട് പ്രസംഗിച്ച ഒരൊറ്റ മെസ്സേജാ റിപ്പൻഡൻസ്. പ്രവാചകന്മാരുടെ പ്രോഫറ്റിക്കൽ മെസ്സേജിന്റെ മെയിൻ ടോപ്പിക് ആയിരുന്നു റിപ്പൻഡൻസ്. മടങ്ങി വരാൻ തയ്യാറാകുന്നവരെ ദൈവം രക്ഷിക്കും. ഓക്കെ. അപ്പൊ ഇന്നും അതുപോലെ തന്നെയാ ദൈവസഭയോടുള്ള ബന്ധത്തില്. ഇന്നും ദൈവസഭയിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു അപ്പനായ, നമ്മളിപ്പം ഞാൻ പഠിച്ചതിൻ്റെ കൂട്ട്, ആ മുടിയംപുത്രന്റെ അപ്പന്റെ ആ സ്വഭാവമാണ് ദൈവത്തിൻ്റെത്. അപ്പനെ വിട്ടു പോയാലും അപ്പൻ ആ മോനിൽ കൂടെ ആഗ്രഹിക്കുന്നത് അവനിൽ ഒരു മാനസാന്തരമുണ്ടായി അവൻ തിരിച്ചു വരണമെന്നുള്ളതാണ്. മോടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈവിട്ടു പോയവർക്കുണ്ടാകേണ്ട ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന്, കൈവിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാനസാന്തരപ്പെടാനായിട്ടുള്ള അവസരം ഒത്തിരി കുറവാണ്. ബിക്കോസ് പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവാണ് ദൈവസഭയെ കൊണ്ട് പോകുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിടെ ഉണ്ടായിട്ട് ഒരു വിശ്വാസി മാനസാന്തരപ്പെടാൻ കഴിയുന്നില്ല എങ്കിൽ, ദൈവാത്മാവാണ് നമ്മുടെ ഉള്ളിൻ്റെ അകത്ത് കുറ്റബോധങ്ങളെ കൊടുക്കുന്നത്. അപ്പോൾ ആ മാനസാന്തരം ഒരുവൻ ഇല്ലാതിരുന്നാൽ, അപ്പോൾ പരിശുദ്ധാത്മാവ് ഇല്ലാതിരിക്കുന്ന സമയത്ത് മാനസാന്തരപ്പെടുമോ? ആ ഒരു ചോദ്യമുണ്ട്. ഒരു പക്ഷേ മനസാക്ഷിയിൽ കുറ്റബോധം തോന്നി വചനമൊക്കെ ഇങ്ങനെ അറിഞ്ഞ് ബോധമനസ്സിൽ അങ്ങനൊരു വിഷയമുണ്ടായെങ്കിൽ എതിർക്രിസ്തുവിന്റെ മുദ്രകൾ ഏൽക്കാതെ, പിന്നൊരു പാപം ചെയ്യാതെ വിശുദ്ധ ജീവിതമായി ജീവിച്ച് എതിർക്രിസ്തുവിനാൽ വെട്ടേറ്റ് വീണാൽ, രക്തസാക്ഷിയായാൽ ഒരു വീണ്ടെടുപ്പുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ സമയത്ത് രക്തസാക്ഷിയായാൽ ആ വ്യക്തിയുടെ ആത്മാവിന് രക്ഷയുണ്ട്. അല്ല എങ്കിൽ ആ വ്യക്തി, മാനസാന്തരമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പിന്നെ ദൃഢനിശ്ചയമാണ്. ഞാൻ എന്ത് വന്നാലും ആ വിശ്വാസത്തിന് വേണ്ടി വീണ്ടും നിൽക്കും എന്നുള്ള ഒരു അനുതാപത്തോടും. അവൾ പരിശുദ്ധാത്മാവ് കാണത്തില്ല, പക്ഷെ മനസാക്ഷി നമ്മളെ കുറ്റം വിധിക്കും. അപ്പോൾ മനസാക്ഷിയിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം എതിർക്രിസ്തുവിനോട് എതിർത്ത് ഒരു രക്തസാക്ഷിയാകാൻ തയ്യാറായാൽ ആ വ്യക്തി രക്ഷിക്കപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ അവന്റെ ആത്മാവ് നിത്യതയിൽ വന്നിരിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഗുഡ് ക്വസ്റ്റ്യൻസ്. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. അബ്രഹാം കൈ ഉയർത്തി. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? जवाब मिल गया. मेरा भी वही प्रश्न था कि ये समय में मानसांतरम का टाइम है कि नहीं करके, और आपने वो इसके बारे में बता दिया अभी.
ആ, മാനസാന്തരത്തിന്റെ अभी अभी जो समय है മലയാളമാണോ അതോ हाँ अभी मलयालम लोग में। इन लोगों जो बहुत सारे लोग हिंदी में भी जानने के लिए अ, मैं हिंदी में बात करता हिंदी में हूँ, ठीक है। बोलेगा तो भी चलेगा हाँ पास्टर। चलेगा। सुनो, अ, ये दो क्वेश्चन में ऐसा उन्होंने पूछा था, जो मैंने बताया था, दो प्रकार के चाप लगा वाले लोग उस समय में है। तो अबिया का क्वेश्चन यही था कि प्रभु की कलीसिया इधर नहीं है तो किसके ऊपर प्रभु का चाप रहेगा। तो ऑलरेडी हमने 7 अध्याय में 3 और 4 में पढ़ा कि वो इसराइल गोत्रों से, जो ट्राइब से, जो 1,44,000 लोगों के ऊपर की चाप पे करके उनके ऊपर हानि नहीं कर सकता था। और दूसरा उनका क्वेश्चन था, अगर प्रभु यीशु मसीह के आगमन में एक विश्वासी छूट जाएगा, वो नहीं गया, तो उनकी अवस्था क्या होगा, फिर वो स्वर्ग जा सकते हैं क्या, मन फिर वो प्रभु उद्धार पा सकते हैं क्या, एक प्रश्न था। उसमें मैंने ये उत्तर दिया था, ओल्ड टेस्टमेंट और न्यू टेस्टमेंट के अंदर परमेश्वर प्रभु के लोगों से चाहने वाला एक बात मन फिराहट है। मन फिराकर प्रभु की ओर मोड़ना ही परमेश्वर का संदेश। इसराइल को भी पाप करने के टाइम में प्रभु ने भविष्यवक्ता को भेजा कि मन फिराए, प्रभु की ओर लौटे, तभी मैं आशीष करूंगा, उद्धार करूंगा। न्यू टेस्टमेंट में भी ऐसा है, हम अभी भी गलतियां करते हैं। हमको परमेश्वर अनुदाब के लिए अवसर दे रहा है, मन फिराहट के लिए अवसर दे रहा है। मन फिराएगा तो प्रभु स्वीकार करेगा, क्योंकि उद्धव पुत्र के पिता है हमारा प्रभु, प्यारा है, वो स्वीकार करेगा। लेकिन हमको मन फिराहट फन फिराकर पिता के पास आना है। अगर प्रभु के आगमन में एक व्यक्ति छूट गया, तो उनको फिर उद्धार पाना बहुत मुश्किल रहता है, कारण उस समय में पवित्र आत्मा नहीं है। अभी पवित्र आत्मा है, फिर मन नहीं फिराता है, तो पवित्र आत्मा नहीं है तो कैसा मन फिराएगा, वो एक सवाल उठता है। दूसरा है, अगर हमारा मन मनसाक्षी, हमारे मन, हमारे विवेक हमको ये बता रहा रे तुम छूट गया, तुमको पवित्र जीवन बिताना था, स्वर्ग में जाना है, हमारे मन हमको अगर बेचैनी कर रहा है, मन फिर रहा, मन के अंदर सोच आ रहा है, तो हम विरोधी मसीह के हर विषयों की विरोध करते हुए, उसका चाप ना लेते हुए, एक रक्त साक्षी बन गया तो, शहीद हो गया तो आपका उद्धार हो जाएगा, आप छूट जाएगा। तो बहुत कठिन की बात है, सबसे नहीं हो सकता है। इतना दृढ़ निश्चय और मन में क्या बोलता है धीरज रखने वाला कोई हो सकता है, क्योंकि उस समय में इतना पीड़ा भी होएगा, और विरोधी मसीह लोगों के ऊपर बहुत टॉर्चर करने का समय है कि व्यक्ति को जीना हराम कर देंगे। तो अपने आप को प्राण देने के लिए तैयार है, तो वो बचने का चांसेस है। तो ये सारे जो भी वीडियोस हम लोग यूट्यूब में और वचन जो भी सोशल मीडिया में अभी सेव हो रहा है, तो ये बाकी अगर उन लोग एक्सेस कर पाए तो उस काल में अगर ये लोग एक्सेस कर पाए या बाइबल पढ़ पाए, तो उनको एक मन में एक क्या बोलते हैं, एक मन फिराहट के लिए सोच आ सकता है। तो वो टाइम पे सुसमाचार करके ऐसा कुछ रहेगा ही नहीं, मतलब वो तो काल में। समाचार बेटा, वही हमने पढ़ा है ना, 7 अध्याय में जो मोहर लगाते हैं। उसके बाद पास्टर ये पीड़ा के समय नहीं रहेगा मतलब। हाँ, पीड़ा के समय के बाद बोल रहा हूँ हम। ये 7 अध्याय हमने क्या पढ़ा था, उधर चाप खोल रहा है ना, 7 प्रकार की मोहर को खोल रहा है। तो 7वीं अध्याय के शुरुआत में कौन सा मोहर है, कितना है, 7th चैप्टर में क्या है, उसके फर्स्ट में क्या लिखा था उधर, हम उसके 6 का 12 में 12 तक 6 मोहर को खोला, 7वीं मोहर खोलने जा रहा है, उस समय में रुका रहा है। अभी अभी वो मोहर नहीं खोलने नहीं देता है, कारण उसके बीच में 6 और 7 के बीच में क्या हो रहा है, ये 1,45,000 लोगों को क्या कर रहा है, चाप लगा। तो
ये लोगों का एक सेवकाई है, उनका एक सेवकाई है। वो लोगों के जरिए प्रभु सेवकाई कर रहा है। देखो ना, उनके जरिए बहुत सारे लोग विश्वास में आते हैं। वो किसको मालूम है? इसके लिए स्कॉलर्स का अभिप्राय ये है, कहना है कि वो इस्राएल लोगों के बीच में इस्राएलियों का मन परिवर्तन के लिए, उद्धार के लिए, उनकी सुसमाचार के लिए नियुक्त किया गया है। देखो, इसके लिए नीचे അതിനുശേഷം സകല ജാതി അപ്പോൾ बताया गया, तो चित्र तितर बितर रहने वाला सारे भाषा जाति इसमें रहने वाला उनके लिए है करके। लेकिन मेरा कहना ये है, उस समय में हर जाति के लोगों के लिए एक चांसेस है മോനെ. എല്ലാ കാലയളവിലും ദൈവത്തിന്റെ സ്നേഹം ദൈവം പ്രകടമാക്കുന്നുണ്ട്. ഈ മഹാക്ലേശത്തിൽ പോലും ദൈവം തന്റെ സ്നേഹത്തെ പ്രകടമാക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഒത്തിരി സ്ഥലത്ത് പറയുന്നുണ്ട്, ഒരു ദൂതൻ ഇങ്ങനെ പറന്ന് ആകാശ് മേ ഉഡ്തേ ഹുए बोल रहा है, अभी 3 तुरहिया फूकने जा रहा है संसार के लिए, महाक्लेश क्लेश क्लेश करके. അതൊരു സുസമാചാരല്ലേ? ഇസ് സ്പീക്കിംഗ് മെസ്സഞ്ചർ ആവൻ പുള്ളി. അത് ദൈവത്തിന്റെ മെസ്സേജ് എപ്പോഴും ദൈവം കൊടുക്കുന്നുണ്ട്. അപ്പൊ കണ്ടോ, അതുകൊണ്ടല്ല ലാസ്റ്റും പറഞ്ഞത് എന്നിട്ടും മാനസാന്തരപ്പെടുന്നില്ലെന്നുള്ളതാണ്. ദാറ്റ് ഇസ് എ മെയിൻ പോയിന്റ്. ഓക്കെ. थैंक यू थैंक पास्टर। यू पास्टर। थैंक यू जिन्होंने भी क्वेश्चन पूछा, बाकी लोगों को भी जो है क्लैरिफिकेशंस मिला। इन केस आपके पास कोई भी सवाल है तो अगला सप्ताह तक, ये सप्ताह वचन पढ़ने के बाद कोई सवाल आता है तो आप कृपया करके व्हाट्सएप में टेक्स्ट करें या मुझे मैसेज डालें। हम अगला सप्ताह जो है देखेंगे, कोशिश करेंगे 10 मिनट पहले समाप्त करेंगे, 10-15 मिनट पहले, और आपका डाउट्स जो है हम पास्टर साहब से क्लैरिफाई कर सकते हैं। अभी पास्टर साहब को बहुत धन्यवाद करते हैं, समय निकाल कर डाउट्स क्लियर किया, हमें वचन से गहराई में समझाए। परमेश्वर ने बहुताई से आशीष करे। आगे का समय हमारे कलीसिया के परमेश्वर के अभिषेक दास जोसेफ पास्टर जी अभी प्रार्थना करके इस मीटिंग को समाप्त करेंगे। प्रेज द लॉर्ड, हालेलुया। हमारे सर्वशक्तिमान प्रभु जी, हम आपका धन्यवाद करते हैं प्रभु जी। आपके चरणों में बैठकर आपका वचन पढ़ने के लिए, सीखने के लिए, समझने के लिए हमें दिया हुआ